അവർ വീട്ടിൽ പോയപ്പോഴും അമ്മേനെ കാണുന്നില്ല. അതിൻ്റെ അമ്മ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ റൂമിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റൂമിൽ അടച്ചു കൂട്ടിയ റൂമിൽ എൻ്റെ അമ്മ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ ആശങ്കയായി. ഞാനൊരു 7ാം ക്ലാസ്സിലൊക്കെ പഠിപ്പ് നിർത്തിയിട്ട് ജോലിക്ക് ഇറങ്ങിയിട്ടുള്ള ഒരാളാണ്. 7ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയത് ഒരു തമാശയ്ക്ക് പഠിപ്പ് നിർത്തണമെന്നല്ല, ഒരു നിവൃത്തിയില്ലാതെ പഠിപ്പ് നിർത്തുന്നതാണ്. എൻ്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇലോൺ മസ്ക് തന്നെയാണ്. എൻ്റെ അമ്മയുടെ മുമ്പിൽ, എൻ്റെ സ്വന്തം വീട്ടിൽ, എൻ്റെ അമ്മയുടെ പേരിൽ പണിത വീട്ടിൽ താമസിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് അത് ചെറിയ കാര്യമില്ല. അത് എനിക്കൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. മോഹൻലാലിൻ്റെ എന്നൊരു മൊമെന്റ് ഒക്കെ വാങ്ങിച്ചപ്പോൾ നമ്മുടെ ചുറ്റോറും മലയാള സിനിമ മുഴുവൻ പറന്ന് നടക്കുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം. നിങ്ങൾ ശരിക്കും തലച്ചുമടെടുത്ത് പോയിട്ടുണ്ടോ ഫർണിച്ചറുമായിട്ട്? ഇവിടെ ഈ ജൂ സ്ട്രീറ്റിലും മാർക്കറ്റ് റോഡിലുള്ള പല യൂണിയൻകാരെ എന്ന് വെച്ചാൽ ഹെഡ് ലോഡിംഗ് തൊഴിലാളികളെ നിന്ന് തല്ലുവരെ വാങ്ങിയിട്ടുണ്ട്. 3 മാസത്തിൽ കൂടുതൽ പില്ലോ ഉപയോഗിക്കരുത്, 5 വർഷത്തിൽ കൂടുതൽ മാട്രസ് ഉപയോഗിക്കരുത് എന്നുണ്ട് കണക്കുണ്ട്. പക്ഷെ ആളുകൾ 20 വർഷം പില്ലോ ഉപയോഗിക്കും. 30 വർഷമായിട്ട് ഒരേ മാട്രസിൽ കിടക്കുന്ന ആളുണ്ട്. ഞങ്ങളുടെ അവിടെ ആദ്യമായിട്ടായിരിക്കും കേരളത്തിലെ ഒരു ഫർണിച്ചർ സ്ഥാപനത്തിൽ എലമെന്റ്സ് ഓഫ് ആർട്ടും പ്രിൻസിപ്പിൾ ഓഫ് ആർട്ടും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനം ഞങ്ങളുടെ ഉണ്ടാവുള്ളൂ. ഇന്റീരിയർ എന്ന് പറയുമ്പോൾ തന്നെ കുറെ ജിപ്സം ചെയ്ത് പറകോളകൾ ചെയ്ത് വീട് നിറയെ ലൈറ്റ് ഇടുന്ന ഒരു കാഴ്ചപ്പാട് ആളുകൾ ചെയ്യാറുണ്ട്. സത്യത്തില് നമ്മൾ അതിനോട് 100% എതിരാണ്. പഞ്ചസാര എന്ന് പറഞ്ഞാലോ എഴുതിയാലോ മധുരം ഉണ്ടാവില്ലല്ലോ, പഞ്ചസാര തന്നെ വേണ്ടേ. നമ്മുടെ ഫർണിച്ചർ നമ്മൾ ഒരിക്കലും ഓഫർ ഇടരുത് കേട്ടോ. അവൻ വാങ്ങിക്കുന്നത് ഐഫോൺ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിന്റെ ഓഫറിലായിരിക്കും. ആളും ബലവും ഒക്കെ നമുക്കുണ്ടോ? ഫാക്ടറി ഒക്കെ ഉണ്ടോ? നമുക്ക് 13 ഫാക്ടറി ഉള്ളത്. അതിൽ 4 ഇന്റീരിയറിന് വേണ്ടി മാത്രം ഫോക്കസ്ഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ഫാക്ടറിയിൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മളൊരു കാർപ്പൻറ്ററെ വിളിച്ച് വീട്ടിൽ പണിയെടുക്കുന്ന പോലെയല്ല. ഫാക്ടറി 24 മണിക്കൂറും ചാലുവാണ്. നമ്മളിപ്പോൾ കേരളത്തിലെ ഫർണിച്ചർ സ്ഥാപനത്തിൽ ഉപരിയായിട്ട് അതൊരു കൾച്ചറൽ ഹബ് ആവണം, എല്ലാവർക്കും കയറി വരാവുന്ന ഒരു സ്ഥലമാവണം. ഞങ്ങളുടെ പല ഇപ്പോൾ വരുന്ന സ്ഥാപനങ്ങളിലൊക്കെ, പുതിയതായിട്ട് വരുന്ന സ്ഥാപനങ്ങളിൽ ചെറിയൊരു ലൈബ്രറി, ആളുകൾക്ക് ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ്, തൊട്ട അടുത്തുള്ള വീട്ടിലെ ഒരാൾക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. ഐഫ ഫർണിച്ചർ ഫൗണ്ടർ ആൻഡ് CEO ഫൈസൽ ചീരനാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ്. വീട് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 100 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിൽ എസ്തെറ്റിക് സെൻസോടുകൂടി സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഏരിയയിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ തലച്ചുമടെടുത്ത് ഫർണിച്ചർ വിറ്റിട്ടുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ വന്ന് നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്. അടുത്ത് 2027 ഒരു 100 ഷോപ്പുകൾ തുറക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അതായത് ഒരു വിജയിച്ച ഒരു സംരംഭകൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ആ വിജയിച്ച സ്റ്റോറി കേൾക്കാൻ താല്പര്യമുണ്ട്. പിന്നെ ഈ പലരും ഈ സ്റ്റോറി പറയുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും അവിശ്വസനീയമായി തോന്നാം. പക്ഷേ അവർക്കേ അറിയാൻ പറ്റുള്ളൂ ഇത് അനുഭവിച്ച് കയറിയിരുന്ന പടവുകൾ. നിങ്ങൾ ശരിക്കും തലച്ചുമടെടുത്ത് പോയിട്ടുണ്ടോ ഫർണിച്ചറുമായിട്ട്? ഫർണിച്ചറായിട്ടല്ല, പല സ്ഥാനങ്ങളും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് കൂടെയൊക്കെ ഞാൻ സൈക്കിൾ തള്ളി അതിന് മുകളിൽ ലോഡും കൊണ്ട് പോയിട്ടുണ്ട്. അത് ഇറക്കി വെച്ചിട്ടുണ്ട്. രാവിലെ മുതൽ രാത്രി വരെ ആ പണിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ജൂ സ്ട്രീറ്റിലും മാർക്കറ്റ് റോഡിലുള്ള പല യൂണിയൻകാരെ എന്ന് വെച്ചാൽ ഹെഡ് ലോഡിംഗ് തൊഴിലാളികളെ നിന്ന് തല്ലുവരെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ തൊഴിലാളിയായിരുന്നു. തൊഴിലെടുത്തോണ്ടിരുന്ന സമയങ്ങളിലെ അന്ന് നമുക്ക് കാർഡൊന്നുമില്ലല്ലോ, നമ്മളൊരു സ്ഥാപനത്തിന്റെ തൊഴിലാളിയാണ്. അപ്പൊ അന്നേരം അവർ പിടിച്ച് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. വലിയ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഷൈജു എന്ന് പറഞ്ഞിട്ടൊരു 6 അടി ഉയരമുള്ള വലിയ തടിയനായ ഒരാൾ ഒരൊറ്റ തള്ളുകൾ ഇപ്പൊ ഞാൻ റോഡിൽ പോയി കിടന്നു നോക്കി എനിക്ക് ഓർമ്മയുണ്ട്. കരഞ്ഞുകൊണ്ട് 17 വയസ്സിൽ നമുക്ക് കറിയല്ലാണ്ട് വേറെ തിരിച്ചടിക്കാനൊന്നും പറ്റില്ലല്ലോ, തിരിച്ച് പറയാൻ പോലും ഇല്ല. അന്ന് സോഷ്യൽ മീഡിയ സജീവമല്ല, അല്ലെങ്കിൽ വീഡിയോ ഒന്നുമില്ല, ഒരു രക്ഷയില്ല. ഈ ഐഫ ഫർണിച്ചറിലേക്ക് വന്നതിന് ശേഷമുള്ളൊരു മാറ്റം ഉണ്ടല്ലോ, ഒരു വളർച്ചയുണ്ടല്ലോ. അത്തരം കടമ്പകൾ കിടക്കുക എന്ന് പറയുന്നത് നമ്മൾ ഈസി അല്ല. കേൾക്കുമ്പോൾ നല്ലൊരു സ്റ്റോറിയാണ്, നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ സുഖമുള്ള സ്റ്റോറിയാണ്, വളർച്ചയിലെത്തിയ ഒരു മനുഷ്യനാണ്. പക്ഷേ ആ ട്രോമാസ് ശരിക്കും ഇന്നും തുടരുന്നുണ്ടോ? ഇല്ല, ഞാൻ എൻ്റെ അത്ര സന്തോഷിക്കുന്ന ആള് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ബിസിനസ്സുകാരനെ കാണുന്നുള്ളൂ എന്ന് പറയാം. എനിക്ക് ആവുന്ന ബിസിനസ് ഒരു ഓർഗാനിക് ഗ്രോത്ത് തന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ഓർഗാനിക് ഗ്രോത്ത് തന്നെ ഉള്ളൂ. വേറെ പൊട്ടി ഒരു ദിവസം രാവിലെ വന്നോന്നല്ലല്ലോ. മെല്ലെ മെല്ലെ നമ്മൾ ഈ പറഞ്ഞ പോലെ നാച്ചുറൽ ലൈറ്റ്സ് വരുന്ന പോലെയാണ്. വീടിന്റെ ഉള്ളിലത്തെ കഥ പറയുന്ന പോലെ നാച്ചുറൽ ലൈറ്റ്സ് വരുന്ന കുറേശ്ശെ വെളിച്ചം വരുന്നുള്ളൂ. അത് തന്നെ എപ്പോഴും ഉണ്ടായിട്ടുള്ളൂ. ആ കഥയിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. പക്ഷെ അതിന് മുമ്പ് വീടാണ് നമ്മുടെ വിഷയം. അതും ഇന്റീരിയർ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഈ ഇന്റീരിയർ മാത്രമല്ല, എനിക്കൊരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ്ലി ഈ ടൈലിൻ്റെ ഫിനിഷിങ്ങും പിന്നെ ഈ അടിച്ചിരിക്കുന്ന പെയിൻ്റ് ഇല്ലേ, അത് അവർ കളർ ചിലപ്പം കട്ട് ചെയ്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ കട്ട് ചെയ്തിരിക്കുന്ന സ്പേസ് ഉണ്ടല്ലോ, അത് എൻ്റെ കണ്ണിൽ ഭയങ്കര സൂക്ഷ്മമായിട്ട് പതിയും. കാരണം ഞാൻ പെയിൻറ് പണി ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നോർമലി തന്നെ അത് ആർട്ടിസ്റ്റിക് ആയിട്ട് വരച്ചില്ലെങ്കിൽ ഞാൻ വിചാരിക്കും വരയ്ക്കാൻ അറിഞ്ഞുകൂടാത്ത ആളാണ് ചെയ്തതെന്ന് നമ്മൾ വിചാരിക്കുമല്ലോ. അപ്പോൾ ഞാനത് സൂക്ഷ്മമായിട്ട് നോക്കും. ഒരു വീട് പണിയുമ്പോൾ ആദ്യം മുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും. അല്ല, ആദ്യം മുതലേ നമ്മളൊരു ഡീറ്റെയിൽ ഒരു കൺസൾട്ടന്റ് കൂടി ഉണ്ടാവുക എന്നുള്ളതാണ്. കൺസൾട്ടന്റ് എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നമ്മളിപ്പോൾ ഇഷ്ടം പോലെ ആർക്കിടെക്റ്റ് ഉണ്ട്, ഇവിടെ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡിസൈനേഴ്സ് ഉണ്ട്. ഒരു
BFA MFA കഴിഞ്ഞ സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഈ കളർ സെൻസ്, കളർ സ്കീം, കളർ തിയറി അറിയുന്ന ഒരാളെ കൂടെ കൂട്ടുക, മെറ്റീരിയലിനെ കുറിച്ച് അവബോധമുള്ള ഒരാളെ കൂട്ടുക. അതോടൊപ്പം നമ്മൾ ഏതെങ്കിലും ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അവരുടെ അറിവും കൂടി നമുക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് മെന്റാലിറ്റിയോട് കൂടിയിട്ട് കുറച്ച് പൈസയൊക്കെ ഈ കൺസൾട്ടന്റിന് കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. പലരും ഒരു മെറ്റീരിയലിസ്റ്റിക് അല്ല ഒരിക്കലും അതൊന്നും. അവർ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എവിടെയൊക്കെ കേട്ടത് നമുക്ക് അറിവുള്ള കാര്യമായിട്ട് തോന്നാം. അതുകൊണ്ട് അതിനൊരു വാല്യൂ കൊടുക്കില്ല. ഡീറ്റെയിൽ ഡ്രോയിങ് ആദ്യം ഉണ്ടായിരിക്കണം കൈ. പഞ്ചായത്തിന് കൊടുക്കാൻ വെച്ച ഡ്രോയിങ് അല്ല, പഞ്ചായത്തിന് കൊടുക്കാൻ വെച്ച ഡ്രോയിങ് കൊടുത്തതിന് ശേഷം നമ്മൾ കംപ്ലീഷൻ ഡ്രോയിങ് പിന്നീട് കൊടുക്കൂലേ. അതിനിടയ്ക്ക് നടക്കുന്ന ഒരു സാധനങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരാളുടെ നിന്ന് കിട്ടണം. ഇന്ന് രാവിലെ കൂടി നമ്മൾ ചെറിയൊരു തർക്കം കഴിഞ്ഞിട്ടുള്ളൂ. ബാത്റൂമിൽ ടൈലിടുന്ന ഞങ്ങളുടെ ഒരു ക്ലയന്റ്, വലിയൊരു വീട് വെച്ച് ക്ലയന്റ് പറഞ്ഞു അപ്പോക്സി ഇടുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ചൂടുകാലം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അനുസരിച്ചിട്ട് 9 മാസം ചൂടുകാലമാണ്. ടൈൽ എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒന്നിന്റെ മുകളിൽ ഒന്ന് കയറും. അത് അപ്പോക്സി ഇട്ട് മാത്രമേ പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽ കമ്പനിയുടെ GM വിളിച്ചു, കോൺഫറൻസ് ഇട്ടു. ഇതിപ്പോ നടന്നൊരു കാര്യമാണ്. ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സൈഡിലേക്ക് സ്പേസർ ഇട്ടിട്ട് ചെയ്യാം, അപ്പൊ സൈഡിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു പറഞ്ഞു. ഇതാണ് ഡീറ്റെയിൽ കൺസൾട്ടേഷൻ. വോളിനേക്കാളും കൂടുതൽ ഫ്ലോറ്, ബാത്റൂമിന്റെ ഫ്ലോറൊക്കെ അപ്പോക്സി ഇല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. കളർ കോൺട്രാസ്റ്റിനെ കുറിച്ച് നമുക്ക് വലിയ ബോധ്യം ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ ബാലൻസിങ് എന്താണെന്ന് അറിഞ്ഞൂടെ. ഇപ്പോൾ നമ്മൾ ലേഔട്ടിങ് പഠിക്കുന്ന സമയത്ത് ആണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് അങ്ങോട്ട് വെയിറ്റ് വരുന്നത്, നമ്മുടെ കണ്ണിൻ്റെ ബാലൻസ് എന്താണ്. അപ്പോൾ ആ ഹെവിനെസ് ഒക്കെ, ഇത്തരം എസ്തെറ്റിക്സ് ഒക്കെ ഏത് സമയത്താണ് പഠിച്ചെടുത്തത്? ശരിക്കും ആർട്ടിസ്റ്റിക് മൈൻഡ് ആദ്യമേ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചതാണ്. ഞാനിങ്ങനെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഇപ്പോഴും. ഇത്തരം കാര്യങ്ങൾ അറിയുന്ന ആർക്കിടെക്റ്റിനോടോ അല്ലെങ്കിൽ ഡിസൈനേഴ്സിനോടോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നതിനാണ്. അപ്പോൾ ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കൊരു വിഷ്വലി പ്ലീസിങ് ഇല്ലാത്തത് പലതും വരുന്നത്. ഇപ്പോൾ സിമെട്രിക്കൽ ബാലൻസ്, അസിമെട്രിക്കൽ ബാലൻസ്, റേഡിയൽ ബാലൻസ്, ഈ ബാലൻസ് ഒരു സുഖം കിട്ടണില്ല എന്ന് പറയുന്നത് ഇത്തരം ബാലൻസുകൾ ചെയ്യാത്തതുകൊണ്ടാണ്. ഈ കളർ കോമ്പിനേഷൻ നോക്കാൻ ആളുകൾക്ക് അറിയില്ല. പൊതുവെ ഒരു കളർ വീൽ എടുത്തു വെച്ചിട്ട് ഈ കളറുകൾ തമ്മിൽ ജോയിന്റ് ആവുന്നത്, ഏത് കളറാണ് കോൺട്രാസ്റ്റ് ആവുന്നത്, ഏത് കളറാണ് നന്നാവുന്നത്. ഇപ്പോൾ ഒരു സോഫ ഇടുമ്പോൾ ഏതാണ് വോളിന്റെ കളർ, അപ്പം ഞങ്ങൾ അതിന്റെ കോൺട്രാസ്റ്റ് കൊടുക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അത് അവിടെ പ്രൊജക്ട് ചെയ്ത് നിന്നാലാണ്, അത് എംഫസൈസ് ചെയ്താലാണ് ആ വീട്ടിൽ ആ സോഫ ഇട്ട ഫീൽ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, അത് വീട് മുഴുവൻ ഫർണിച്ചർ ഇട്ട വീടിന്റെ ഭംഗി പോയി. ഞങ്ങൾ ഫർണിച്ചർ വെക്കുന്നതാണ്, ഞങ്ങൾക്ക് അത് ലാഭമൊക്കെ ഉണ്ടാവും, പക്ഷെ ആ വീടിന്റെ ഭംഗി അതോടെ പോകും. എവിടെ നിന്ന് എടുത്തെന്ന് ചോദിക്കുമ്പോൾ ഐഫെന്നാണെന്ന് പറയുമ്പോൾ ആ പ്രൊഡക്റ്റുകൾ ആ വീട്ടിലേക്ക് അനുയോജ്യം അല്ലെങ്കിൽ നമുക്ക് എന്താ കാര്യമുള്ളത്? പൈസ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ചില കമ്പനിയുടെ ലോഗോ കണ്ടില്ലേ, ഒരു പോസ്റ്റർ ഉണ്ടാക്കി കഴിഞ്ഞാല് 1 ഇഞ്ച് പോലും സ്ഥലം അവിടെ കളയില്ല. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടോ? അത് ബ്രാൻഡ് ഒന്നും പറയുന്നില്ല, ഒരു ചെറിയ സ്പേസ് കളയാൻ അവർ തയ്യാറില്ല. അവിടെ എന്തെങ്കിലും എഴുതി കൂട്ടും, ആരും വായിക്കൂല, ഒന്നും വായിക്കൂല. പക്ഷെ ഒരു ബ്രാൻഡഡ് ലോഗോ വെക്കുമ്പോൾ അവർ ആ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ ആ ലോഗോയുടെ 3:1 ഗോൾഡ് റേഷ്യോ ഒക്കെ കൊടുന്ന് വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് കുറേ സ്പേസ് കളഞ്ഞിട്ട് അതിൽ കറക്റ്റ് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് കാണുമ്പോൾ രസമാണ്. പിന്നെ ആർട്ടും എസ്തെറ്റിക്കും രണ്ടാണ്. ആർട്ടും വേണം, എസ്തെറ്റിക്കും വേണം, ഫംഗ്ഷനിലായിരിക്കണം ഒരു വീട് പണിയുന്ന സമയങ്ങളിൽ. ഇത് മൂന്നിന്റെയും ഒരു കോമ്പിനേഷനാണ് ഒരു വീട് എന്ന് പറയുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കണ്ട. കൂടുതലല്ല, ഈ സൈക്കോളജിക്കൽ സ്റ്റാൻസ് ഇതിന്റെ മനസ്സിലാക്കലാണ് വീടിനകത്ത് സന്തോഷം ഇല്ലെങ്കിൽ അതിനകത്ത് കയറുമ്പോൾ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് തോന്നുന്നത്. ഫർണിച്ചർ കമ്പനിക്കാർക്ക് സത്യത്തിൽ വേക്കൻറ്റ് സ്പേസ് വേണ്ട, മൊത്തം ഫർണിച്ചർ കൊണ്ട് നമുക്ക്. പക്ഷെ അവിടെ ജീവിക്കുന്ന മനുഷ്യന് വേക്കൻറ്റ് സ്പേസ് വേണം. അപ്പൊ അത് അറിയൽ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. നിങ്ങളുടെ കമ്പനി തന്നെ ആ തരത്തിലായിരിക്കില്ലേ പ്രവർത്തിക്കുക? തീർച്ചയായിട്ടും. ഞങ്ങളെപ്പോഴും ശ്രമിക്കുന്നത് വീടുകൾ കൂടുതൽ ന്യൂട്രൽ ഷെയ്ഡിൽ കൊണ്ടുപോകണം എന്നുള്ളതും ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരു സമാധാനം ഉണ്ടാവണം, അവിടെ കളർ കോമ്പിനേഷൻ കറക്റ്റ് ആവണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പം ഞങ്ങളൊരാളെ വിടും, നമ്മൾ തന്നെ ഇന്റേണലി ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവരും. ഞങ്ങളുടെ അവിടെ ആദ്യമായിട്ടായിരിക്കും കേരളത്തിലെ ഒരു ഫർണിച്ചർ സ്ഥാപനത്തിലെ എലമെന്റ്സ് ഓഫ് ആർട്ടും പ്രിൻസിപ്പിൾ ഓഫ് ആർട്ടും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനം ഞങ്ങളുടെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്താ, അപ്പൊ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പൊ എലമെന്റ്സ് ഓഫ് ആർട്ട് പഠിച്ചാല് ആർട്ടിന്റെ ഇൻഗ്രീഡിയൻസ് എന്താന്ന് മനസ്സിലാവും, എങ്ങനെയാണ് ഇതിന്റെ റെസിപ്പി എന്താന്ന് പ്രിൻസിപ്പിൾ ഓഫ് ആർട്ട് പഠിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഞങ്ങളോട് സാധാരണ വരുന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ കൺസൾട്ടേഷൻ അവർക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. അറിയാതെ വാക്കുകൾ വരും, ഈ കളറല്ല സാറിന് പറ്റിയതെന്ന് പറയും. പിന്നെ ഷോറൂമിലുള്ള ഫർണിച്ചർ ആ ഷോറൂമിൽ കിടക്കുന്നതാണ്. നമ്മുടെ വീട്ടിലേക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് മെഷർമെന്റ് എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അത് ആപ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ പറയലുണ്ട് 3 ഫീറ്റെങ്കിലും സ്പേസ് ഇല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റൂല. അപ്പൊ നിങ്ങൾക്ക് നടക്കാനുള്ള വഴി ഉണ്ടാവില്ല. മിനിമം അതിനൊരു 3 ഫീറ്റ് വേണം. നമ്മളിപ്പോൾ ഇരിക്കുന്ന കസേര 16 17 ഇഞ്ച് ഹൈറ്റ് ഉണ്ടാവാൻ പാടുള്ളൂ. സോഫ ആണെങ്കിൽ പോലും അതിൽ കൂടുതൽ ഹൈറ്റ് ആണെങ്കിൽ നമ്മൾ ഡിസ്കംഫർട്ട് ആയി പോകും.
ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ചെയർ 18 ഇഞ്ച് ഹൈറ്റ് ഉണ്ടാവാൻ പാടുള്ളൂ. അതിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. അതിന്റെ ബാക്ക് സൈഡ് ചാരാൻ അധികം സ്ലാൻഡിങ് ആവാൻ പാടില്ല. ഡൈനിങ് ടേബിളിന് കറക്റ്റ് 30 ഇഞ്ച് ഹൈറ്റേ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. ഇതൊരു കോമൺ മെഷർമെന്റ് ആണ്. ഇതൊന്നും ഇല്ലാതെയും ചെയ്യുന്ന ആളുകളുണ്ടാവും, ഇത്ര അളവുകൾ അറിയാതെയും പല കാര്യങ്ങളും ആളുകൾ ചെയ്യുന്നുണ്ടാവും. അപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമാണ്. പലപ്പോഴും സോഫയുടെ മുമ്പിലിടുന്ന കോഫി ടേബിളുകൾ ഹൈറ്റ് കൂടിയതിടുമ്പോൾ ആ സോഫയുടെ ഫോക്കസ് അവിടെ പോകും. കോഫി ടേബിൾ എപ്പോഴും ചെറുതായിട്ട് തന്നെ ഉണ്ടാവണം. അതിന് എത്ര സൗകര്യക്കുറവുണ്ടെങ്കിൽ പോലും അത് ചെറുതായി തന്നെയാണ് അവിടെ കാണാനൊരു കാഴ്ചയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. എന്നോട് ആദ്യം സംസാരിച്ച് പറഞ്ഞൊരു വിഷയമുണ്ട്. കുറെ ഇന്റീരിയർ എന്ന് പറയുമ്പോൾ തന്നെ കുറെ ജിപ്സം ചെയ്ത് പറകോളകൾ ചെയ്ത് വീട് നിറയെ ലൈറ്റ് ഇടുന്ന ഒരു കാഴ്ചപ്പാട് ആളുകൾ ചെയ്യാറുണ്ട്. സത്യത്തില് നമ്മൾ അതിനോട് 100% എതിരാണ്. അത് എത്ര ബിസിനസ് കിട്ടിയിട്ടും നമുക്കൊരു ഹാപ്പിനെസ്സും കൂടി വേണ്ടേ. പിന്നെ പിൻട്രസ്റ്റിൽ നിന്ന് കുറെ 5-10 ഫോട്ടോ എടുക്കും, എന്നിട്ട് പറയും ഡിസൈൻ ചെയ്യാൻ ഒരു 30,000 രൂപ സ്പെൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു 50,000 രൂപ സ്പെൻഡ് ചെയ്യാതെ അതൊക്കെ മാച്ച് ചെയ്തിട്ട് ഓരോ റൂമിൽ കൊണ്ടുവയ്ക്കും. അത് ഓരോ വീട്ടില് ആരോ ചെയ്തു വെച്ചാണ് അളവില്. ഓരോ വീടുകളുടെ എടുത്തിട്ട് ഏറ്റവും നല്ല റെൻഡർ ചെയ്തിട്ടുള്ള പിക്ചറുകളാണത്. നമ്മുടെ വീട്ടിലേക്ക് അത് ഒരിക്കലും മാച്ച് ആവില്ല. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏത് ഇന്റീരിയർ ആണ് അനുസരിച്ചിട്ട് അതിങ്ങനെ ഫോളോ ചെയ്തിട്ട് ആ കളർ ഫോളോ ചെയ്തിട്ട് കൊണ്ടുപോകണം. എങ്കിലാണ് വീട് മൊത്തത്തിൽ ഒരു വീടാവുള്ളൂ. അല്ലെങ്കിൽ പല വീടിന്റെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത ഒരു സ്റ്റുഡിയോ പോലെ ആയിരിക്കും. നമ്മൾ ഫോട്ടോ എടുക്കാൻ വെച്ച സാധനം പോലെ ആയിരിക്കും ഉണ്ടാവുക. സിനിമയുടെ സെറ്റൊക്കെ പോലെ വീട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ആ വീട് മൊത്തത്തിലല്ലേ നമ്മൾ കാണുന്നത്, 3 ഡയമെൻഷനിലാണ് കാണുന്നത്. അപ്പൊ നമുക്കൊരു ഫോട്ടോ എടുത്ത് കിട്ടുന്നതല്ല ആവേണ്ടത് വീട്. നമ്മൾ മൊത്തം വരച്ചെടുത്തിട്ട് ആ ഒരു കളർ ഫോളോ ചെയ്തിട്ട് പോകണം. നമ്മൾ പറയപ്പോഴും ഒരു 60-30-10 റൂള് മനസ്സിലുണ്ടാവണം. ഒരു മെയിൻ കളർ എപ്പോഴും ഒരു 60%, സെക്കൻഡറി കളർ ഒരു 30%, പിന്നെ ഒരു ആക്സെന്റ് കളർ 10%. ഇതാണ് വീട്ടിലേക്ക് കൊണ്ടുവരാൻ. അതിൽ കൂടുതൽ കളർ കൊണ്ടുവരുന്നതിന് ഞാനൊരു തമാശ കൂടി പറഞ്ഞാൽ ഒരു 4 ലൈറ്റോളം വീടിന്റെ റൂമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇലക്ട്രീഷ്യനും എൻ്റെ ഈ ചെയ്യുന്ന ആളുടെ ഫാദറും കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ 4 ലൈറ്റ് വേണ്ട, ഇഷ്ടപ്പെട്ട ഒരു കളർ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നൊരു വാമ് അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ വൈറ്റ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ല, എല്ലാ കളറിനും ഒരേ വിലയാണ്. അപ്പൊ മാക്സിമം കളർ കയറ്റുകയാണെങ്കിൽ അത്രയും ഭംഗി ഉണ്ടാവില്ല. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ മാറി അതിട്ടിട്ട് കാര്യമില്ല. ആ വീടിന്റെ ഒരു പെരുന്നാള് നമുക്ക് വേറെ കാണാമല്ലോ, വീട്ടിൽ തന്നെ കാണണ്ടല്ലോ. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് കസ്റ്റമറുമായിട്ടുള്ള ഒരു ഡീലിങ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട സാധനം. അത് ഈ ബാക്കി എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കണം, സ്റ്റാഫിനെല്ലാം ഇത് മനസ്സിലാക്കി കൊടുക്കണം. അതൊരു കൂട്ടായ്മയിലൂടെ നടക്കുകയുള്ളൂ. നമ്മൾ ഈ പറയുന്ന കാര്യം മുതലാളിയായിട്ട് നിന്നും പറയാം, പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നു ഫൈസലിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഒരു കൂട്ടായിട്ട് വർത്താനം പറയുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അങ്ങനെ പൊതു സ്വഭാവം ഉണ്ടോ, അതേ വലിയ മുതലാളിയാണോ? അല്ല, ഞാനൊക്കെ ഒരുപാട് വർഷം, ഞാൻ 12 വയസ്സ് മുതൽ ഇഷ്ടിക പണിയെടുത്ത് സാറ് ചെയ്തിരുന്ന ആർട്ടിസ്റ്റ് പെയിന്റിംഗ് അല്ല, അല്ലാതെ ഈ നിലയൊക്കെ കെട്ടി അതിന്റെ മുകളിൽ പെയിന്റിംഗ് വർക്ക് എടുത്ത് സൈക്കിളിന്റെ മുകളിലും തലയിലും ചുമടെടുത്ത് ഇനി ഞാൻ ചെയ്യാത്ത ജോലികളാണ് പറയാൻ എളുപ്പം. അത്രയും ജോലികൾ ഞാൻ ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്കൊരിക്കലും ഒരു മുതലാളിയായിട്ട് ഇരിക്കാൻ, മുതലാളി അല്ലല്ലോ, പിന്നെ എങ്ങനെ മുതലാളിയായിട്ട് ഇരിക്കും? പിന്നെ നമ്മുടെ ഒരു കൂട്ടായ്മയാണ്, എല്ലാവരും കൂടിയിട്ട് അവിടെയുള്ള എല്ലാവരും കൂടി ജോലി ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. പക്ഷെ ഒരു സംരംഭകൻ അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടക്കുന്ന സമയങ്ങളിൽ ശരിക്കും റിക്രൂട്ട്മെന്റും ട്രെയിനിങ്ങും മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട പണി. പൈസ വേറെ എവിടെ നിന്നൊക്കെയോ വരും, പ്രൊഡക്റ്റുകൾ വേറെ എവിടെ നിന്നൊക്കെയോ, നമ്മളിപ്പോൾ ഫാക്ടറിയിൽ നിന്നുണ്ടെങ്കിലും വേറെ ഏതോ ഫാക്ടറിയിൽ നിന്നോ ചൈനയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്ന് വരും, കമ്പോണൻസ് ഒക്കെ വരും. ഒന്നും നമ്മൾ ഉണ്ടാക്കേണ്ടി, നമ്മൾ ഉണ്ടാക്കുന്ന ആകെ ഒരു പണിയുള്ളൂ, ഒന്ന് റിക്രൂട്ട്മെന്റ്. കറക്റ്റ് ആയിട്ടുള്ള തന്നെ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ കണ്ടിന്യൂസ് റിക്രൂട്ട്മെന്റും ട്രെയിനിങ്ങും ആണ് ഒരു ശരിക്കും ഒരു സംരംഭകൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പലരോടും പറയലുണ്ട്. പലരും പറയും എൻ്റെ അടുത്ത് ആള് നിൽക്കുന്നില്ല, നല്ല ആളെ കിട്ടുന്നില്ല എന്ന് പറയും. രണ്ടിനും പരിഹാരം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. കറക്റ്റ് ആളെ റിക്രൂട്ട് ചെയ്യാൻ പഠിച്ചിട്ട് അവർക്ക് കണ്ടിന്യൂസ് ട്രെയിനിങ് കൊടുക്കുക, കണ്ടിന്യൂസ് റിക്രൂട്ട്മെന്റ്, കണ്ടിന്യൂസ് ട്രെയിനിങ്. പിന്നെ ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്തിട്ട് ഞാൻ ഗൾഫിൽ പോയിട്ട് താമസിക്കുന്നില്ലല്ലോ. നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്, ലോഡ് ഇറക്കാനും കൂടെ തന്നെ ഉണ്ട്, പോളിഷ് ചെയ്യാനും കൂടെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കാനും നമ്മൾ കൂടെ തന്നെ ഉണ്ട്. നമ്മളിതൊന്നും മാറി നിൽക്കുന്നില്ല. മാറി നിന്നിട്ടൊരു ജോലി എടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല. ഇതിന്റെ ഉള്ളിൽ എന്ത് ബിസിനസ് തന്നെയാണ്. ഇന്ന് ചെയ്ത ഇന്റീരിയറിന്റെ വർക്കിന്റെ ഒരു കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ഒരു സംഭാഷണത്തിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ ഡയലോഗ് ഉണ്ട്. ഞാൻ മാഡത്തിന്റെ വീട് ഞാൻ എൻ്റെ വീടായിട്ടാണ് കണക്കാക്കുന്നത്. ഞാൻ അത്ര ആത്മാർത്ഥത ഞാൻ അതിനകത്ത് ഇടുന്നുണ്ട്, അതിലൊരു ഡൗട്ടും ഇല്ല. ഇപ്പൊ ഞാനിത് പറയുന്നതൊക്കെ എൻ്റെ കൂടെയുള്ള ആളുകളും കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നതിലൊരു ചെറിയ ഒരു കാര്യത്തിൽ പോലും ഞാൻ എക്സ്ട്രാജറേറ്റ് ഇട്ടിട്ട് ഞാനൊരു കാര്യം പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതല്ലാത്ത ഒരാള് അവിടെ നിന്ന് വേറെ ഒന്ന് പറഞ്ഞു ഇവിടുന്ന് വേറെ ഒന്ന് പറയുന്നത് ഞാൻ എൻ്റെ സംസാരത്തിന് ഫേസ് നിന്ന് കണ്ടാൽ അറിയും. ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ പറയില്ല. അതല്ല ഒരുപാട് ഈ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു സംരംഭകത്വ കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ കുറച്ച് പാടുള്ള പരിപാടിയാണ്.
പക്ഷേ ഇതിന് ഭയങ്കര, അതായത് എനിക്ക് തോന്നിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവർക്ക് മാത്രം പറ്റുന്ന ചില പരിപാടികളാണ്. എന്നാൽ തട്ടിപ്പൊന്നും പാടില്ല താനും, അങ്ങനെ പറഞ്ഞ് വശീകരിച്ച് കൊണ്ടുവരാൻ പാടില്ല, അത് വിജയിപ്പിക്കുകയും ചെയ്യണം. അപ്പം ഇതെങ്ങനെ മാനേജ് ചെയ്യാൻ ആരംഭിച്ചു എന്നുള്ളത്, ഇപ്പം അടുത്ത് ഫോക്കസ് ചെയ്യുന്ന 100 ഷോപ്പുകളാണെന്ന് പറയുന്നത്. ഇപ്പോൾ 12 എണ്ണമാണ് ഉള്ളത്, റണ്ണിങ് 12. റീറ്റെയിൽ ഔട്ട്ലെറ്റ് 12 എണ്ണം, മൊത്തം നമുക്ക് 39 സ്ഥാപനങ്ങളാണ് നമ്മൾ നടത്തുന്നത്. അതിൽ ഷോറൂംസ് ആയിട്ട് 12 എണ്ണം ഉള്ളത്. ഈ ഞായറാഴ്ച ഒരെണ്ണം കൂടി ഉദ്ഘാടനം ചെയ്യും. 5 മാസം കൊണ്ട് നമ്മൾ 9 ഷോറൂം കൂടി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഷോറൂം കൂടി നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫോക്കസ് എന്ന് പറയുന്നതും അതേപോലെ ഇവരെ ഈ കറക്റ്റായിട്ട് നമ്മൾ ഇവരെ ഉയർത്തിയെടുക്കണം. വാചകം അടിച്ചിട്ട് കാര്യമില്ല, എങ്കിലേ വളരുള്ളൂ. ഇത് നടത്തുന്നതിന് കുറച്ചൊന്നുമല്ല അധ്വാനം വേണ്ടത്. ആദ്യ കാലഘട്ടത്തിൽ ഇത് കുറച്ച് റിസ്ക് ആയിരുന്നു. കാരണം നമ്മളടുത്ത് പൈസ ഇല്ല. അപ്പം നമ്മൾ പറയും, നമ്മളൊരു സ്വപ്നം വെക്കണ്, എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു സ്വപ്നങ്ങളുണ്ട്, ഈ സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ട് വായെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം നമ്മളിതുപോലെ 10 വർഷമായിട്ടുള്ള 15 പേര് പാർട്ട്ണർഷിപ്പിലുണ്ട്. 15 വർഷമായിട്ടുള്ള 5 പേര് നമ്മളിവിടെ പാർട്ട്ണർഷിപ്പിലുണ്ട്. അപ്പൊ ഇതൊക്കെ തെളിയിക്കുന്നത് നമുക്ക് പഞ്ചസാര എന്ന് പറഞ്ഞാലോ എഴുതിയാലോ മധുരം ഉണ്ടാവില്ലല്ലോ, പഞ്ചസാര തന്നെ വേണ്ടേ. അപ്പോൾ നമ്മുടെ കൂടെ 5% മുതൽ 50% വരെ പാർട്ട്ണർഷിപ്പുള്ള സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്. നമ്മുടെ കൂടെ ജനിച്ച് കളിച്ച് വളർന്ന് നമ്മളെ കൂടെ ഞാൻ ജോലി എടുക്കുന്ന കാലത്ത്, സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ്. എന്നെ വ്യക്തമായിട്ട് കൈവെള്ളയിൽ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് രാവിലെ സിദ്ദിഖിനോട് രാവിലെ എന്തോ ദേഷ്യപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞു, വണ്ടി കയറി തൃശ്ശൂർ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്തോ ഒരു കാറിന്റെ മുകളിൽ ഒരു സ്പ്രേ അടിക്കണം ഈ എലി കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് അടിച്ചോ എന്ന് ചോദിച്ചിട്ട് എന്തോ ദേഷ്യപ്പെട്ടു. അപ്പോൾ ഞാൻ സിദ്ദിഖിനോട് തൃശ്ശൂർ എത്തിയപ്പോൾ തോളത്ത് കേട്ടിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞത് എൻ്റെ എന്തോ ടെൻഷനിൽ പറഞ്ഞാട്ടോ സിദ്ദിഖ് എന്ന് പറഞ്ഞപ്പോൾ സിദ്ദിഖ്, നിങ്ങളെ കൂടെ എത്ര കാലമായി നടക്കുന്നു, അതൊന്നും കുഴപ്പമില്ല വയസ്സിലിട്ടാന്ന് പറഞ്ഞു. അല്ല അത് പറയാൻ, അല്ല അത് നമുക്കും തിരിച്ചു പറയാൻ പറ്റണം, അവനും ഇങ്ങോട്ട് പറയാൻ പറ്റണം. അപ്പോഴാണ്, അവിടെ നിന്നാണ് ഹാപ്പിനെസ് ഉണ്ടാവുക. ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ എഴുതിയതാണ്, സംതൃപ്തി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതിന്റെ അളവ് പോലും നമ്മുടെ കയ്യിലാണ്. ഞാൻ വളരെ സംതൃപ്തനാണ്. വിജയം എന്ന് പറയുന്നത് അത് മറ്റുള്ളവരാണ് മെഷർ ചെയ്യുക, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂല. നമ്മൾ ഈ കൂട്ടുകാർ, നമ്മുടെ ഈ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഈ ബിസിനസ് നടത്തുന്നതിൽ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നതാണ്. ഇന്റേണൽ ട്രെയിനിങ്, ഇൻട്രാപ്രണർഷിപ്പിനെ കുറിച്ച് ചോദിച്ചു. എനിക്ക് ബ്രോനോട് പറയാനുള്ളത്, ഇൻട്രാപ്രണർഷിപ്പ് അത്ര ചെറിയ കാര്യമില്ല. നമ്മുടെ കൂടെ ജോലി ചെയ്തിരുന്ന ആളുകളെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ മുമ്പ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകളെ തന്നെ നമ്മളൊരു പാർട്ട്ണർഷിപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടതെന്ന് പഠിക്കണം. ചിലപ്പോൾ ജോലി ചെയ്യുന്ന കാലത്ത് ചില കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി പറഞ്ഞിട്ടുണ്ടാവാം. അതിന്റെ പകരം നമ്മളൊരു അഭിപ്രായം എടുക്കാൻ നമ്മൾ നിർബന്ധിതരാകും. അത് കുറച്ച് പ്രയാസം ഉണ്ട് അതിൽ. പിന്നെ ഞാൻ ഇൻട്രാപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെയോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ പണ്ട് ജോലി ചെയ്യുന്ന ആളുകളെ കൂട്ടിപ്പിടിക്കുന്നത് നമുക്ക് അത്രയ്ക്ക് കഴിവേ ഉള്ളൂ, അത്രയ്ക്ക് സാമ്പത്തിക സ്ഥിതി ഉള്ളൂ. അപ്പം നമുക്ക് ഇവരെ പാർട്ട്ണർഷിപ്പിലേക്ക് കൊണ്ടുവരലാണ് ഏറ്റവും എളുപ്പം. ആളുകൾ നമ്മളെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ പല ഘട്ടങ്ങളിലും ഇത് സഹായിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മളൊരാളെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടായിരുന്നു. നമ്മൾ ഒന്നിച്ചൊരു ബിസിനസ് ചെയ്യുന്നു. ഫണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ബിസിനസ്സിന് വലിയൊരു മാനദണ്ഡമൊന്നുമല്ല. ഫണ്ട് ഇഷ്ടം പോലെയാണ് നാട്ടിലുള്ളത്. ഞാൻ തന്നെ പറയലുണ്ട്, നമ്മളെ കൂടുതലുള്ളവരോട് പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന ബിസിനസ് ആരൊക്കെയോ നോക്കി കാണുന്നുണ്ട്. അപ്പൊ ഫണ്ടിന് ഇപ്പൊ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. രജനീഷ് ഭായി എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും താങ്കൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്കാരൊക്കെ നോക്കി കാണുന്നുണ്ട്. അല്ല, ഒരു സിനിമ പിടിക്കണമെങ്കിൽ പോലും ആളുകൾ താങ്കളെ അറിയാം, താങ്കളുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ആളുകൾ കാണുന്നുണ്ടല്ലോ. ഫണ്ട് മാറ്റർ അല്ല, പക്ഷെ ആള് മാറ്ററാണ്. ആള് നിർബന്ധമായിട്ട് ഇത്ര ആളുകൾ നമ്മളെ കൂടെ ഉണ്ടാവണം. എന്റെ കൂടെയുള്ള ആളുകൾ എന്നെയാണ് കൂടുതൽ ചേർത്ത് നിർത്തുന്നത്. അവർക്കൊരു ഉപകാരം ഇല്ലാതിരുന്നിട്ട്, അത്രയ്ക്കൊന്നും ഉപകാരം എന്നെ കൊണ്ടില്ലെങ്കിലും എന്നെ ചേർത്ത് നിർത്തുന്നുണ്ട് എന്നുള്ളതിന് അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ 100% ഗ്രാറ്റിറ്റ്യൂഡും നമ്മുടെ കൂടെയുള്ള ഓരോരുത്തരോടാണ്. വിപണിയിൽ മത്സരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ, ഈ വില താഴ്ത്തുമ്പോൾ 2 ഇഷ്യൂസ് ഉണ്ട്. മറ്റുള്ളവരെ സമ്മതിക്കില്ല വില താഴ്ത്താൻ. 2, നമ്മൾ വില താഴ്ത്തുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന്, അതായത് ബ്രാൻഡ് വാല്യൂവിൽ വിശ്വസിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അപ്പോൾ വില താഴ്ത്തുമ്പോൾ ഇതിന് ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല എന്നൊരു വിശ്വാസം ചിലപ്പോൾ ഉണ്ടാവാം. ഇത് ഉണ്ടാക്കിയെടുക്കണം, ഇത് കറക്റ്റ് കൊടുത്ത് വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. അത് ഭയങ്കര ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൽ ഈ പറയുന്ന 2 കാര്യങ്ങൾ, അതായത് ബ്രാൻഡിങ് ഒരു സൈഡിലുണ്ട്, 2 എന്ന് പറയുന്നത് ബാക്കിയുള്ളവർ ഇത് വില താഴ്ത്താൻ സമ്മതിക്കില്ല. എന്നാൽ നമ്മുടെ ജനങ്ങൾ ഇത് വാങ്ങിച്ചിട്ട് വിശ്വാസത്തിൽ എടുക്കുകയും വേണം, അവർക്കൊരു ക്വാളിറ്റി ഉള്ളതായിട്ട് ഫീൽ ചെയ്യുകയും വേണം. ഇത് മൂന്ന് കാര്യങ്ങളാണ്. ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബിസിനസ്സിൽ. ഫർണിച്ചർ വിൽക്കുന്ന ആളുകൾക്ക് അറിയാം, നമ്മളൊരു 30,000 40,000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് ഒരു ഫർണിച്ചർ ഇടണമെങ്കിൽ ഇപ്പൊ ഇവിടെ ഇത്രയും സോഫ എടുക്കുന്നില്ലേ, കഴിഞ്ഞു, സ്പേസ് കഴിഞ്ഞു. അപ്പൊ സ്പേസ് ആണ് ഏറ്റവും കൂടുതൽ എൻ്റെ എക്സ്പെൻസ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് കണക്കിന് നമ്മൾ ഈ സ്പേസിലെ പഴയ ഫർണിച്ചറുകൾ, കഴിഞ്ഞ വർഷത്തെ ഫർണിച്ചർ ഇട്ടാൽ, ഡാമേജ് ഉള്ള ഫർണിച്ചർ ഇട്ടാൽ, കളർ പോയ ഫർണിച്ചർ ഇട്ടാൽ, പെയിന്റ് ഇളകിയ ഫർണിച്ചർ ഇട്ടാൽ, അത് കുറേ കാലം നമ്മുടെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് അവിടെ പോകുന്നത് സാലറി പ്ലസ് റെന്റ്. അപ്പൊ ഈ പഴയ ഫർണിച്ചർ വിറ്റഴിക്കണമെങ്കിൽ ഓഫർ ഇട്ട് കൊടുത്തേ പറ്റുള്ളൂ. വീട്ടിലേക്ക് പുതിയ ഫർണിച്ചർ എടുക്കാൻ പൈസ ഉള്ള ഒരാൾ ഒരിക്കലും നിങ്ങളുടെ പോളിഷ് മങ്ങിയ ഫർണിച്ചർ എടുക്കാൻ സാധ്യതയില്ല. അതിന് നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് കൊടുക്കണം. ഇനി ഓഫർ ഇടുന്നതും വില കുറയ്ക്കുന്നതും
ആമസോൺ, ഫ്ലിപ്കാർട്ട്, KFC, ചിക്കിങ്, എല്ലാ ചിക്കിങ്ങിൽ പോയാലും തിങ്കൾ മുതൽ വെള്ളി വരെ അവർ ഓഫർ ഇടുന്നുണ്ട്. നമ്മളത് ആസ്വദിച്ച് കഴിച്ചിട്ട് നമ്മൾ പറയും ഫർണിച്ചർ നിങ്ങൾ വില കുറയ്ക്കരുത്, ഓഫർ ഇടരുത് എന്ന് പറയും അല്ലെ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓഫർ ഡേയ്സിന് പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട്, ആമസോണിന് വാങ്ങിയിട്ട്, ഫെസ്റ്റിവൽ സീസണിന് വാങ്ങിയിട്ട് പറയും ഫർണിച്ചർ വ്യാപാരികൾ, നമ്മുടെ രണ്ടാളും ഫർണിച്ചർ വ്യാപാരികളാണെങ്കിൽ പറയും നമ്മുടെ ഫർണിച്ചർ നമ്മൾ ഒരിക്കലും ഓഫർ ഇടരുത് കേട്ടോ. അവൻ വാങ്ങിക്കുന്നത് ഐഫോൺ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിന്റെ ഓഫറിലായിരിക്കും. അപ്പൊ അത് ഇരട്ടത്തപ്പാണെന്ന് ഞാൻ പറയും. നമുക്ക് വിറ്റഴിക്കണമെങ്കിൽ, മാർക്കറ്റ് ചെയ്യണമെങ്കിൽ പ്രൈസ് കുറയ്ക്കേണ്ട സമയങ്ങളിൽ പ്രൈസ് കുറയ്ക്കണം, ഓഫർ ഇട്ടേ പറ്റുള്ളൂ. ഇൻഡിഗോ മുതൽ താഴത്തിപ്പുറത്തുള്ള ഒരു ചിക്കൻ വിൽക്കുന്ന ആള് വരെ ഓഫർ ഇട്ട് വിൽക്കുന്നത് അയാളുടെ ഒരു മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ്. നമ്മളിപ്പോൾ 44 ലക്ഷം രൂപയ്ക്ക് ഇന്നോവ ഹൈക്രോസ് വാങ്ങിക്കുന്ന ഒരാള് പരസ്യത്തിൽ കാണുന്നത് 23 ലക്ഷം രൂപ മുതൽ തുടങ്ങുന്നു എന്നുള്ളതാണ്. 23 ലക്ഷം രൂപയ്ക്കാണ് ഓൺ റോഡ് അല്ല എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അത് ബേസ് മോഡലിനായിരിക്കും. പക്ഷെ അയാൾ അത് ബേസ് മോഡലിനാണെന്ന് വ്യക്തമായിട്ട് എഴുതുന്നില്ല. ഏറ്റവും കൂടിയ വിലയല്ല എഴുതുക. മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് 23 ലക്ഷം നേടും. ഞാൻ അതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ ഇയർ ബാക്ക് അങ്ങനെ തന്നെ വിറ്റഴിക്കണം. അത് കാറായാലും ഫർണിച്ചർ ആയാലും. അതിൽ എന്താ അഭിപ്രായം രജീഷ് ബ്രോന് എന്താ തോന്നുന്നത്? അല്ല, അങ്ങനെ തന്നെ ചെയ്യണം. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ നമ്മൾ വില കുറയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കോൺഷ്യസ്നെസ് ഉണ്ട്, ബ്രാൻഡ് കോൺഷ്യസ് ആണ് നമ്മൾ പലപ്പോഴും. അപ്പം ഈ ബ്രാൻഡ് കൊള്ളില്ല, അപ്പോൾ വില കൂടിയ ഒരു സാധനം കിട്ടുമ്പോൾ നമുക്ക് ഇതൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും, ഇതാണ് നമ്മുടെ ഒരു പൊതുവിലുള്ള വിശ്വാസം. ഇല്ലെങ്കിൽ പിന്നെ അതിനത്രയും വില ഇടാൻ പറ്റില്ലല്ലോ. ഇതിനെ തകർക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വില കുറച്ച് കൊടുക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഈ ബ്രാൻഡ് ബിൽഡിങ്ങിനെ അത് ബാധിക്കില്ലേ? ഏത് പ്രൊഡക്റ്റിനും ബേസിക് ഒരു പ്രൈസ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ലെതർ സോഫ നമ്മുടെ ഷോറൂമിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 1.5 മുതൽ 2 ലക്ഷം രൂപ വരെ വില വരും. അപ്പോൾ അതും വിൽക്കുന്നുണ്ട്. അത് നമ്മൾ 5000 രൂപയ്ക്കൊന്നും കൊടുക്കാൻ പറ്റൂല, ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ 1.5 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്ന സോഫ നമുക്കൊരു വർഷം പഴക്കേണ്ടതാണെങ്കിൽ നമ്മളത് 1,25,000 രൂപയ്ക്ക് കൊടുക്കാൻ നിർബന്ധിതരാകും. അത് ആ ഒരു 25,000 ഡിസ്കൗണ്ട് കണ്ട ഒരാൾ വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് അത് ലാഭകരമാവട്ടെ, നമ്മുടെ ഷോറൂമിൽ ഇയർ ബാക്ക് പോകണം, അങ്ങനെ ചെയ്യുന്നുള്ളൂ. അല്ലാതെ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. നമുക്കൊരു ഒപ്പെക്സ് എന്തായാലും സംഭവിക്കും, ഓപ്പറേഷണൽ കോസ്റ്റ്, ഓപ്പറേഷണൽ എക്സ്പെൻസ് എന്തായാലും ഒരു സ്ഥാപനത്തിന് ഉണ്ടാവില്ല. നമ്മളൊരു പരിധി വിട്ട് വില കുറയ്ക്കാനൊന്നും സാധിക്കില്ല. പക്ഷേ ഇയർ ബാക്ക് പ്രൊഡക്റ്റുകൾ ചില ഫാക്ടറികളിലെ പ്രൊഡക്റ്റുകൾ കെട്ടിക്കിടക്കുന്നുണ്ടാവും ഫാക്ടറി നിർത്തുന്ന സമയങ്ങളിൽ. ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ പല സ്ഥലങ്ങളിലും ഉണ്ടാവും. നമ്മൾ അത്തരം സ്ഥലങ്ങൾ കണ്ടുപിടിക്കും, അവരെടുത്തുനിന്ന് അവർക്ക് പോവാതെ കിടക്കുന്ന സാധനങ്ങൾ കൊടുത്തിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് വില കുറച്ച് കൊടുക്കും. അതിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഉപകാരപ്പെടുന്ന പ്രൊഡക്റ്റുകളാവണം എന്നുള്ളതാണ്. അല്ലാത്തത് നമ്മളത് റീഫർബിഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊടുക്കാവുന്ന സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ എക്സ്ചേഞ്ച് എടുക്കുന്നത് ഒരു രീതിയാണ്, അതും ഞങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. പഴയ ഫർണിച്ചറിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയ ഫർണിച്ചറുകൾ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ മാട്രസ് പോലെയുള്ള സാധനങ്ങൾ, സോഫ പോലെയുള്ള സാധനങ്ങൾ ഒരെണ്ണം വാങ്ങിക്കുന്നതിന് തടസ്സം എപ്പോഴും വീട്ടിലുള്ള പഴയ സോഫയും മാട്രസ് ആയിരിക്കാം. 3 മാസത്തിൽ കൂടുതൽ പില്ലോ ഉപയോഗിക്കരുത്, 5 വർഷത്തിൽ കൂടുതൽ മാട്രസ് ഉപയോഗിക്കരുത് എന്നുണ്ട് കണക്കുണ്ട്. പക്ഷെ ആളുകൾ 20 വർഷം പില്ലോ ഉപയോഗിക്കും, 30 വർഷമായിട്ട് ഒരേ മാട്രസിൽ കിടക്കുന്ന ആളുകളുണ്ട്. ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള സാധനമാണ്, ജീവിതത്തിന്റെ 1/3 സ്ഥലമാണ്. നമ്മൾ പറയില്ലേ 6 ലക്ഷം മണിക്കൂർ ഒരു മനുഷ്യൻ ജീവിക്കുള്ളൂ, അതിൽ 2 ലക്ഷം മണിക്കൂർ കിടക്കുന്ന ബെഡിലാണ്. ആ ബെഡ് മാറ്റിലാണ് ഏറ്റവും ആദ്യമായിട്ടുള്ളത്. നല്ല ഒരു 25 ലക്ഷം രൂപയ്ക്ക് കാറൊക്കെ മേടിക്കും, 5000-10,000 മുടക്കി മാട്രസ് വാങ്ങിക്കില്ല എന്നുള്ളത് വളരെ പരിതാപകരമാണ്. അതുപോലെ തന്നെ ഈ വുഡ് നമ്മളിപ്പോ ഇത് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ തന്നെ ഈ പുറത്തുനിന്ന് വരുന്ന വുഡും പിന്നെ പുറത്തുനിന്ന് വരുന്ന ഫർണിച്ചറും ഇപ്പം നമ്മുടെ തേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ തേക്കിന് ചിലപ്പോൾ വില കൂടുതലായിരിക്കും. അത് പക്ഷേ നമുക്ക് കോമ്പീറ്റ് ചെയ്യുന്ന തടികളൊക്കെ പുറത്തുനിന്ന് വരുന്ന സമയത്ത് ഈ വിപണിയിൽ അതെങ്ങനെയാണ് പ്രതിഫലിച്ചത്, അതേപോലെ ഇപ്പം എങ്ങനെയാണ് അതിൻ്റെ ഡിമാൻഡ്സ് എങ്ങനെയാണ്? ഇപ്പം നമ്മുടെ തേക്ക് വാങ്ങാൻ വരുന്നവർ നമ്മളെ തേക്ക് മാത്രമേ വാങ്ങുള്ളൂ, അതേ മറ്റേത് മതിയൊന്ന് നമ്മൾക്ക് അത് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അവർ കൺവിൻസ്ഡ് ആവുമോ, എങ്ങനെയാണ്? പുറത്തുനിന്ന് വരുന്ന മരങ്ങൾ ഉണ്ട്. ചില മരങ്ങൾ ഇപ്പൊ പിൻകോഡൊക്കെ മരങ്ങൾ ഗ്രൈൻസ് കൂടിയ മരങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള മരങ്ങളൊന്നും അത്രത്തിൽ ഗ്രൈൻസ് ഉള്ള മരങ്ങൾ എന്ന് പറയുമ്പോൾ സൈസ് മാറ്ററാണ് മരത്തിന്. മരം എന്ന് പറയുമ്പോൾ മരത്തിന്റെ ബ്രാഞ്ചാണോ മരമാണോ നോക്കണം. മരം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ചുറ്റളവ് നോക്കിയാലാണ് അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം കാതലുണ്ട്, എത്രത്തോളം ഗ്രെയിൻസ് ഉണ്ട് മനസ്സിലാക്കുള്ളൂ. ക്വാളിറ്റി എപ്പോഴും മരത്തിന്റെ വണ്ണം വെച്ചിട്ട് തന്നെയാണ് കണക്കൂട്ടുക. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്റ്റഡി ചെയ്താൽ മനസ്സിലാവും, കേരളത്തിലെ വുഡിനെ 25 വർഷമായിട്ട് 1 രൂപ പോലും വില കൂടിയിട്ടില്ല. പാരലൽ പ്രൊഡക്റ്റുകൾ ഫർണിച്ചറുകൾ വന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ വില കൂടാത്തത്. പക്ഷെ നാട്ടിൽ ഇഷ്ടം പോലെ ഫർണിച്ചറുകളിന് വാങ്ങാനുള്ള മരങ്ങൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. തേക്കായാലും അക്കേഷ്യ ആയാലും മാഗണയായാലും. നമ്മുടെ നാട്ടിൽ 3 വുഡ് ഉപയോഗിച്ചിട്ടാണ് പ്രധാനമായും ഫർണിച്ചർ ഉണ്ടാക്കുന്നത്. തേക്ക്, അക്കേഷ്യ, പിന്നെ റബ്ബർ വുഡ് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു സസ്റ്റൈനബിൾ വുഡാണ്. നമുക്ക് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കംപ്ലൈന്റ് സാധിക്കാത്ത വുഡ് തന്നെയാണ് നാട്ടിലുള്ളത്. എങ്ങനെയാ ഇതിനെല്ലാത്തിനും ഒരേപോലെ വിപണിയുണ്ടോ?
തീർച്ചയായിട്ടും ഉണ്ട്. അത് ഓരോരുത്തരും ഓരോ ആളുകളാണുള്ളത്. ഇപ്പൊ തേക്ക് എന്ന് പറഞ്ഞ് പഴയ ആളുകൾ പറയും തേക്ക് എന്ന് പറയും. ചില ആളുകൾ ലൈറ്റ് വുഡ്, ഇപ്പൊ തേക്കായാലും അക്കേഷ്യ ആയാലും കുറച്ച് ഹാർഡ് വുഡാണ്, കുറച്ച് വെയിറ്റ് കൂടുതലായിരിക്കും. ഇപ്പോൾ ടൗണിലുള്ള ആളുകൾക്കൊക്കെ കുറച്ചുകൂടി സെൻസുള്ള ആളുകൾ, നോളജ് ഉള്ള ആളുകളാണെങ്കിൽ അവർ തേക്കിലേക്കൊന്നും പോകില്ല. അവർ ഒരു ലൈറ്റ് ആയിട്ടുള്ള വുഡ് വേണം. അവർക്ക് എടുത്തു മാറ്റാനും ഒക്കെ സൗകര്യത്തിനുള്ള സാധനമായിരിക്കും. ഞാനും ആ ഒരു പക്ഷക്കാരനാണ്. ഒരു പക്ഷെ നമുക്ക് മഹാഗണി ട്രീറ്റ് ചെയ്ത വെയിറ്റ് കുറയും. നമ്മുടെ ഈ 40% മോയ്സ്ചറൈസർ ഉള്ളത് ഒരു 8%, 7% ആയിട്ട് മാറാൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാലാവും. അപ്പോൾ വെയിറ്റ് വളരെ കുറയും. പിന്നെ ട്രീറ്റ്മെന്റിനോട് ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്നത് മഹാഗണി, അതുപോലെ തന്നെ റബ്ബർ വുഡാണ്. തേക്കൊക്കെ ചിലപ്പോൾ ട്രീറ്റ് ചെയ്താലാണ് ചിലപ്പോൾ പൊട്ടിക്കീറുക. നാച്ചുറൽ അതിന്റെ അവസ്ഥയിൽ അതിനകത്ത് കുറച്ച് ഓയിൽ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ട്രീറ്റ് ചെയ്യാതെയാണ് എപ്പോഴും തേക്ക് നല്ലതെന്ന് തോന്നാറുണ്ട്. അപ്ഡേഷൻസ് ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വർത്താനം കേൾക്കുമ്പോൾ. എല്ലാ കാര്യത്തിലും ഇപ്പോൾ എസ്തെറ്റിക് സെൻസ് പറയുമ്പോഴോ ഇപ്പോൾ തടിയുടെ ഗുണത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴോ ഒക്കെ അപ്ഡേഷൻസിൻ്റെ ഒരു ഈ അപ്ഡേഷൻ സ്ഥിരം നടത്തുമോ? ഇങ്ങനെ നിരന്തരമായി എക്സ്പേർട്സിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമോ? എങ്ങനെയാണ്? ഒന്ന് നമ്മൾ എക്സ്പെർട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ജീവിതം മുഴുവൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു സ്റ്റാഗ്നന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ മരിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം. നമ്മൾ എന്തായാലും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാനും കാണും. ഈ വീഡിയോസ് എടുത്തിട്ട് പറയേണ്ടി വരുമ്പോൾ നമ്മൾ ഓരോ ദിവസം ഓരോന്ന് പറയണം. നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്നിട്ടല്ലോ ഇത് പഠിപ്പിക്കുന്നത്. ഓരോ ദിവസം ഞാൻ വീഡിയോസ് ഇടുന്ന ആളാണ്. ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ അതിനു വേണ്ടി തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് കുറെ അറിവുകൾ കിട്ടും. പിന്നെ ആർക്കിടെക്റ്റിനോട് സംസാരിക്കുമ്പോൾ, എഞ്ചിനീയർമാരോട് സംസാരിക്കുമ്പോൾ, ഡിസൈനേഴ്സിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ഈ മേഖലയിൽ തന്നെയല്ലേ ഉള്ളത്. വേറെ റിയൽ എസ്റ്റേറ്റോ സിനിമ നിർമ്മാണമോ ഒന്നുമില്ല. അതിൽ ആളുകൾ അതിന് വരുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അല്ല, ഞാൻ അതിന്റെ ഇടയ്ക്കെന്ന് പറയാ, നമ്മള് സിനിമ പിടിക്കാൻ വരുന്നോ അല്ലെങ്കിൽ ഒരു ഏക്കർ സ്ഥലം മേടിച്ചാൽ, അപ്പൊ ഞാൻ അവരോട് പറയുന്നവരുണ്ട്, നമ്മളിപ്പോലെ മര്യാദയ്ക്ക് ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ വർക്കിംഗ് ക്യാപിറ്റൽ എടുത്തിട്ട് നിങ്ങൾ ഡൈവേർട്ട് ചെയ്തിട്ട് ആ ബിസിനസ് പൊളിക്കാനുള്ള തന്ത്രങ്ങളാണ്. അപ്പൊ നിങ്ങൾ ബിസിനസ്സുകാരെ ഉപദ്രവിക്കുന്ന ആളുകളായിട്ട് മാറരുത് എന്ന് പറഞ്ഞ് ഞാൻ അവരോട് പ്രലോഭിപ്പിച്ചിട്ടേ. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഫൈസൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രോഡക്റ്റിനെ സ്നേഹിക്കുന്നില്ല, ബിസിനസ്സിനെയാണ് സ്നേഹിക്കുന്നതെന്ന് പറയാം. അപ്പൊ പിന്നെ മാറിക്കൂടെ? അതെ, നീട്ടി അപ്പൊ പിന്നെ മാറിക്കൂടെ? ആ ബിസിനസ്സിൽ അവര് കൊള്ളാമെങ്കിൽ ആ ബിസിനസ് ചെയ്തൂടെ? പക്ഷെ എനിക്ക് അറിയുന്ന ബിസിനസ് ഫർണിച്ചറും ഇന്റീരിയറും വീട് നിർമ്മാണമൊക്കെയാണ്. അപ്പൊ ഞാൻ റിലേറ്റഡ് ബിസിനസ്സിന് ഞാൻ ഫോക്കസ് ചെയ്യാറുണ്ട്. നമ്മള് റിലേറ്റഡ് വിട്ടു പോകാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മള് പ്ലാസ്റ്റിക് ചെയർ വിൽക്കുന്നതിന്റെ പകരം തടിയുടെ ചെയർ വിൽക്കാം. തടിയുടെ ചെയർ അല്ലെങ്കിൽ സ്റ്റീലിന്റെ ചെയർ വിൽക്കാം. എന്നല്ലാതെ ഇത് റിലേറ്റഡ് അല്ലാത്ത വേറൊരു റോക്കറ്റ് സയൻസിലേക്ക് പോകാൻ വാട്ടർ പ്യൂരിഫയർ വിറ്റല്ലോ, അത് നമ്മുടെ റിലേറ്റഡ് ബിസിനസ് ആണ്. ഇതിനകത്ത് തന്നെ വരുന്നതാണ്. ക്രോസ് സെല്ലിംഗ് ആണ്, വീടിനകത്ത് വെക്കുന്ന ഒരു സാധനമാണ്. ഓ, അവിടെ പോകുമ്പോൾ ക്യാൻവാസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഈസിയാണ്. നമുക്കൊരു ക്രോസ് സെല്ലിംഗ് നടക്കും. ഇപ്പൊ ഏത് വീട്ടിൽ നമ്മൾ ഇന്റീരിയർ ഫർണിച്ചർ കൊടുക്കുമ്പോൾ ഒരു വാട്ടർ പ്യൂരിഫയർ കൊടുക്കാൻ ഡീറ്റെയിൽ സ്റ്റഡീഡ് ആണല്ലോ. അല്ലല്ല, അത് എന്ന് വെച്ചാൽ അത് സാമാന്യ വിവരമാണ്. ഇപ്പൊ ഫൈസൽ ശരിക്കും ബിസിനസ്സിൽ ഹൈ കിട്ടുന്ന ചില അവസ്ഥകൾ ഉണ്ടാവും. നമുക്ക് ഇന്ന ഒരു അച്ചീവ്മെന്റ് കിട്ടുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം പോലെ, അടുത്ത 3 വർഷത്തേക്ക് ഒരു പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചതുപോലെ എന്തായാലും ഒരു പ്ലാൻ ഉണ്ടാവും എന്നറിയാം. ഇതിൽ എവിടെയാണ് ഹൈ കിട്ടുന്നതെന്നും കൂടെ പറയും. നമുക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുന്നത് ബിസിനസ് ഗ്രോത്ത് ആകുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. പിന്നെ ബിസിനസ് ഗ്രോ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്കത് ഓപ്പറേഷൻ എളുപ്പമായിട്ട് തോന്നാറുണ്ട്. ഞാൻ 5 ലക്ഷം രൂപ ടേൺ ഓവർ ഉള്ളപ്പോഴായിരുന്നു ഏറ്റവും കൂടുതൽ പണിയെടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ 150 കോടി ടേൺ ഓവർ ഉണ്ടാകുമ്പോൾ, 200 കോടി ടേൺ ഓവർ ഉണ്ടാകുമ്പോൾ നമുക്ക് അത്ര പണിയില്ല. കുറച്ചും കൂടി നല്ല ആളുകളെ ഹയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കുറച്ചും കൂടി ഓപ്പറേഷൻ ഈസി ആയിട്ട് തോന്നാറുണ്ട്. നമുക്കൊരു SOP വരും, നമുക്കൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടായിരിക്കും, ഒരു ചെക്ക് ലിസ്റ്റുകൾ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ എല്ലാവർക്കും റെക്കഗ്നേഷൻ കിട്ടൂലേ. സോഷ്യൽ മീഡിയയിൽ ഒരാൾ കൂടെ വന്നിട്ട് സെൽഫി എടുക്കാൻ നമ്മുടെ അടുത്തേക്ക്, ഞാനും ചെറിയ വീഡിയോസ് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഫർണിച്ചർ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്ക് എന്നെ അറിയാം. അപ്പൊ അവര് വന്നിട്ടൊരു റെക്കഗ്നേഷൻ കിട്ടുമ്പോൾ നമ്മൾ അതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ വീഡിയോസ് എന്താണോ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് അത് റിപ്പീറ്റ് ചെയ്യും എന്നുള്ളതാണല്ലോ. നേരത്തെ പറഞ്ഞത് എതിരാണ്. എനിക്കിതില് കമലഹാസൻ പറഞ്ഞാൽ ഞാൻ കൂടുതൽ സന്തോഷവാനാണെന്ന് പറഞ്ഞ ഡയലോഗ്. പക്ഷെ അതൊരു റെക്കഗ്നേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു ഹാപ്പിനെസ് തന്നെയല്ല ഉണ്ടാവുന്നത്. എന്നെ പോലെ സാധാരണ വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത ആളുകൾക്ക് കിട്ടുന്ന പല റെക്കഗ്നേഷനുകളും പല വീടുകളും കണ്ടിട്ട് എഞ്ചിനീയറും ആർക്കിടെക്റ്റും അവിടെ നിൽക്കുന്ന സമയത്ത് ഫൈസലൊരു അഭിപ്രായം പറയുമ്പോൾ നമുക്ക് കൂടുതൽ കിക്ക് കിട്ടും. നമ്മളതിന് അർഹനല്ലെങ്കിൽ പോലും. പക്ഷെ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്. ഇപ്പം എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. ബിസിനസ്സുകാരെന്ന് പറയുമ്പോൾ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. ഒരുപാട് ഇപ്പോൾ ഫോണിലൊന്നും ഞാൻ അത്തരത്തിലുള്ള ഹറിബറി കാണിക്കുന്നത് കണ്ടില്ല. അവരോടത് ഇവരോടത് ചെയ്യുന്നൊന്നും പറയുന്നില്ല. അത് ഒരു സിസ്റ്റം ഉണ്ട്, അതുകൊണ്ട് അത് വർക്ക് ചെയ്തോളും. അതുകൊണ്ടാണ് ഇത്രയും സന്തോഷം. ഒന്നത്, രണ്ടാമത് ഒരു ഓണർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. ഏത് സ്ഥാപനത്തിലുള്ള ആളുകൾക്ക് ഒരു ഓണർഷിപ്പ് ഉണ്ട്. അവർ തന്നെയാണ് അത് ചെയ്യേണ്ടത്. ആ ഓണർഷിപ്പ് അവർ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും, ബിസിനസ്സിന് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഓട്ടോമാറ്റിക് എല്ലാവർക്കും ഉള്ള ബുദ്ധിമുട്ടിൽ കൂടുതൽ എനിക്കും ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഇതിന് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഭയങ്കരമായിട്ട് ആക്രമണം ഉണ്ടാവാം, പല പ്രശ്നങ്ങളുണ്ടാവാം. അത് കഴിഞ്ഞ് കിട്ടുന്നതിൻ്റെ പേരാണ് സാർ
ലാഭം എന്നുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇത്രയൊക്കെ ഉള്ളൂ, ഇത്രയൊക്കെ ആയില്ലേ, ഇത്രയൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചാണ്, എൻ്റെ ഭാര്യയും കൊണ്ട് ഞാൻ ഒരു വിദേശ രാജ്യത്ത് ടൂറ് പോയപ്പോൾ ഞങ്ങൾ ആദ്യം പോയ ടൂറ് ബൈക്കിൽ എൻ്റെ മോനും പിടിച്ചിട്ട് വയനാട് മഞ്ഞ് കൊണ്ട് തണുപ്പ് കൊണ്ട് ആ കുട്ടീനെ, 1 വയസ്സുള്ള കുട്ടീനെ വാരി പിടിച്ചിട്ട് ഒരു എക്സീഡ് എന്ന് പറഞ്ഞ ഒരു ഹീറോ ഹോണ്ടയുടെ ഒരു ബൈക്കിൽ, ഒരു പഴയ ബൈക്കിൽ ഞങ്ങൾ പോയ ഒരു ഓർമ്മയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു വിദേശ രാജ്യത്തേക്ക് പോകാൻ, ഒരു വലിയ ബസ്സിൽ പോകാൻ സാധിച്ചില്ല. നമ്മൾ വരുന്ന കുറച്ചും കൂടി പ്രീമിയം കാറിൽ വരുമ്പോൾ ഇതൊക്കെ നമുക്കൊരു അച്ചീവ്മെന്റ് അല്ലേ. ഇതൊന്നും നമ്മൾ കാണാതെ നമ്മൾ മുകളിലത്തെ ആളുകളെ നോക്കിയിട്ട്, നമ്മളെക്കാളും വലിയ ബിസിനസ്സുകാരെ നോക്കിയിട്ട് അത്രയ്ക്ക് എത്തിയില്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് അവസാനമില്ല. നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് അല്ല, കുറച്ച് ഫിലോസഫി വായിക്കുന്നുണ്ടല്ലേ? വായിക്കില്ല, ഞാൻ സത്യം പറഞ്ഞാൽ കേൾക്കാറുണ്ട്. ഇങ്ങനെ നല്ല വാക്കുകൾ പറയുന്ന ആളുകളുടെ, നമ്മളിപ്പോ കോമൺ ആയിട്ട് പറഞ്ഞ കുറെ സബ്ജക്റ്റുകൾ, നമുക്കും അത് അറിയണ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കാണാറുണ്ട്. താങ്കൾ വായിക്കുന്ന പോലെ തന്നെ താങ്കളുടെ ഇന്റർവ്യൂ അടക്കമുള്ള പല ആളുകളുടെ ഇന്റർവ്യൂസ് നമ്മൾ കേൾക്കാറുണ്ട്. ഒരാളുടെ ഇന്റർവ്യൂ കാണുമ്പോൾ അയാൾ പറയുന്നതിന്റെ ഒരു കാച്ചിക്കുറുക്കിന്റെ എന്നെ സന്തോഷിപ്പിച്ചാണ്ട, ബിസിനസ്മാൻ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സന്തോഷിപ്പിക്കണേ. ഇല്ല, ഞാൻ എല്ലാവരും സന്തോഷിപ്പിക്കാറുണ്ട്. സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല, ഞാൻ റെക്കഗ്നൈസ് ചെയ്യാറുണ്ട്. എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരും ഞാൻ അറിയാതെ എനിക്ക് കിട്ടാതെ പോയ പരിഗണനകൾ ഉണ്ടാവും, എനിക്ക് കിട്ടിയ പരിഗണനകൾ ഉണ്ടാവും. പരിഗണന കിട്ടുമ്പോഴായിരുന്നു എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നത്. എന്നെ തോളത്ത് ഒരാൾ കൈ തട്ടിയിട്ട് ഫൈസൽ എന്ന് വിളിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ആളുകളെ ഞാൻ പരിഗണിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് കാണുന്ന കൂടെ എന്നെ അറിയുന്ന ആളുകൾ ഇതിന്റെ അടിയിൽ കമന്റ് ഇടും, പരിഗണിക്കാറുണ്ടോ ഇല്ല എന്നുള്ള അവർ പറയും. മര്യാദയ്ക്കുള്ള ഒരു ഭാഷയാണ്, അതിനകത്തൊരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റും ഉണ്ട്. മനുഷ്യനെ മനുഷ്യനായി കാണുക എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഉണ്ട്. ഇതെങ്ങനെയാ പഠിച്ചേ? ഇത് നമ്മൾ പറയില്ലേ, ഇങ്ങനെ ചെയ്തപ്പോഴാണ് ചില സക്സസ് ഉണ്ടാവുന്നത്. ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. സക്സസിൽ ഉപരിയായിട്ട് നമ്മളെ കൂടെയുള്ള ആളുകൾ ഹാപ്പിനെസ് ആകുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ വായിച്ചതാണ്, ഒരാള് വിത്ത് കൊയ്ത്ത് സമയങ്ങളിൽ അയാൾക്ക് ഫസ്റ്റ് കിട്ടുത്രേ, അയാൾക്കാണ് ഏറ്റവും കൂടുതൽ നല്ല കർഷകനുള്ള സമ്മാനം കിട്ടുന്നതെന്ന്. അയാൾ ഓരോ വർഷവും അയാൾ ചെയ്യുന്നത് അടുത്ത തൊട്ട വയലുള്ള ആളുകൾക്കും അയാൾ നല്ല വിത്ത്, അയാളുടെ നല്ല വിത്ത് കൊടുക്കും. അപ്പൊ അയാൾ പറഞ്ഞ ഐഡിയ, ഇതെന്തിനാ നിങ്ങൾ അയാൾക്ക് കൊടുക്കണം, നിങ്ങൾ സക്സസ് ആവണേന്റെ, പക്ഷെ അയാൾക്കും കൂടിയിട്ട് നല്ല വിത്ത് കൊടുത്തെങ്കിലാണ് പരാഗണം നടക്കുമ്പോൾ ഇയാളുടെ നല്ല ചെടികൾ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അയാൾ പറയുന്ന ഒരു വർത്താനം. അതുപോലെ നമ്മുടെ അടുത്തുള്ള ആളുകളൊക്കെ ഹാപ്പിനെസ് ആയിരുന്ന നമുക്ക് മാത്രമായിട്ടൊരു ഹാപ്പിനെസ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഉറച്ചു വിശ്വസിക്കുന്നത്. ഇത് കോ എക്സിസ്റ്റിംഗ് എന്ന് എല്ലാവരും പറയുന്ന സാധനം വളരെ ലളിതമായ ഭാഷയെ പറഞ്ഞതാണ് കേട്ടോ. ലളിതനായ ബുദ്ധിജീവിയാണല്ലേ. ഈ കോഎക്സിസ്റ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഈ ബിസിനസ്സിൽ ബാക്കിയുള്ളവരെ ചേർക്കുമ്പോൾ ശരിക്കും അവർക്കത് മനസ്സിലാവും വേണം, ഈ പറയുന്ന പ്രോഗ്രസ് ഉണ്ടാവും വേണം. എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ നെഗറ്റീവ് സംസാരിച്ചിട്ടുണ്ടോ, ഇത് നിങ്ങളുടെ കൂടെ കൂടിയത് മോശമായിപ്പോയി എന്ന്? വളരെ കുറവാണ്. ഈ തെറ്റിപ്പിരിഞ്ഞു പോകുന്ന തൊഴിലാളികളോ, അവരും ചീത്ത വിളിക്കില്ല? പിരിഞ്ഞു പോകുന്ന തൊഴിലാളികളൊക്കെ വളരെ അപൂർവമായിട്ട് അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ. പിന്നീട് പല ആളുകളും റിഗ്രറ്റ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരാൾ പിരിഞ്ഞു പോകുന്നതിനോട് നമുക്കൊരു കുറ്റം പറയാനില്ല, പിരിഞ്ഞു പോകുന്നവർ പിരിഞ്ഞു പോട്ടെ. അങ്ങനെ എല്ലാവരെയും ഇങ്ങനെ മാല മണി പോലെ ഒന്നും ചേർക്കാൻ പറ്റൂല. ചില ആൾ വളരെ അപൂർവമായിട്ട് ആളുകളൊക്കെ അങ്ങനെ പോയിട്ടൊക്കെ ഉണ്ട്. സക്സസ് ആയ ആളുകളുണ്ട്, അല്ലാത്ത ആളുകളുണ്ട്, പിന്നീട് വീണ്ടും വന്ന് ചേർന്ന ആളുകളുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു 7ാം ക്ലാസ്സിലൊക്കെ പഠിപ്പ് നിർത്തിയിട്ട് ജോലിക്ക് ഇറങ്ങിയിട്ടുള്ള ഒരാളാണ്. അത് 7ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയത് ഒരു തമാശയ്ക്ക് പഠിപ്പ് നിർത്തണമെന്നല്ല, ഒരു നിവൃത്തിയില്ലാതെ പഠിപ്പ് നിർത്തുന്നതാണ്. 7th സ്റ്റാൻഡേർഡിൽ ക്ലോസ് ചെയ്യുക ഒരാൾ പഠിക്കാന്ന് വെച്ചാൽ, ഞാൻ 90-ലെ കഥയെ പറയണത്, കുറെ വർഷം മുമ്പൊന്നല്ല. എൻ്റെ കൂടെയുള്ള ആളുകൾ പഠിക്കാൻ പോകുമ്പോൾ ഞാൻ വേദനയോടെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് നോക്കി നിന്ന അനുഭവങ്ങളുണ്ട്. എനിക്ക് പഠിക്കാൻ പോകാനുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യമോ നിവൃത്തിയോ ഇല്ലാത്തത് കൊണ്ട് മാത്രം പോയതാണ്. 7ാം ക്ലാസ്സിൽ നിന്ന് പഠിപ്പ് നിർത്തി, 7ാം ക്ലാസ്സിൽ നിർത്തി 3 വർഷമാണ് 8ൽ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ തുടർന്നോ? ഞാൻ 2 വർഷം ജോലി എടുത്തു. പിന്നെ 10ാം ക്ലാസ് എഴുതിയെടുത്തു. ഡിഗ്രി 10ാം ക്ലാസ് 18 വയസ്സ് കഴിഞ്ഞാൽ ഡിഗ്രി എടുത്തു. കല്യാണം കഴിക്കുമ്പോൾ എന്തെങ്കിലും ഡിഗ്രി ഉണ്ടെങ്കിൽ വെച്ചിട്ട് ഒരു ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു എന്നല്ലാതെ കൃത്യമായിട്ടൊന്നും പോകാതൊക്കെ തോറ്റു. സ്ട്രഗിൾസ്, കുറേ ഹഡിൽസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചില സ്ഥലങ്ങൾ മാത്രമേ പറഞ്ഞോളൂ, പക്ഷെ മഞ്ഞക്കട്ടയുടെ സൈഡ് മാത്രമേ ആയിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ, 12 വയസ്സിലാണ് ജോലിക്കായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അതിന് മുമ്പ് കുറെ ചെറിയ ജോലി, ഞങ്ങളുടെ വീട്ടിൽ കസേര മുടയുന്ന ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് TB ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ കസേര വലിക്കാൻ പറ്റൂല. ഇങ്ങനെ മുകളിലേക്ക് കസേരയുടെ മുകളിൽ നെയ്ത്ത്, പണ്ടത്തെ ഇരുമ്പ് കസേര കണ്ടിട്ടില്ലേ, അതിനുള്ള ഒരു നെയ്ത്തായിരുന്നു പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് വീട്ടിൽ അമ്മയ്ക്ക് കുറച്ച് അറിയായിരുന്നു. അത് ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങൾ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അന്നത്തെ കാലത്ത് 88-89 എനിക്കൊരു 8 വയസ്സൊക്കെ ആകുമ്പോഴായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും, കുട്ടികളെല്ലാവരും കൂടിയിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ വലിക്കാൻ പറ്റും, ശ്വാസം വിടാൻ പറ്റും. അപ്പൊ എന്റെ വീട് എന്ന് പറയുന്നത് ഒരു 100 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ, ഓല വീട്, വിത്തൗട്ട് ബാത്റൂം. അതിലാണ് വെക്കുക, കെടുക്കുക. ഈ കസേര മത്സരമൊക്കെ ഇതിനകത്ത് തന്നെയാണ്. ചാണകം തറയിലാണ് ഞങ്ങൾ എല്ലാവരും കെടുക്കുക. ഒറ്റ പുൽപ്പായല്. ലക്ഷറി എന്ന് പറഞ്ഞാൽ മമ്മിയുടെ ഒരു സാരി ആയിരുന്നു ഉണ്ടായിരുന്നു. നമ്മുടെ സാരി ആയിരുന്നു എൻ്റെ ലക്ഷറി എന്ന് പറഞ്ഞാൽ പുതയ്ക്കാനുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വലിച്ചിട്ടായിരുന്നു നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടിരുന്നത്.
അപ്പോൾ എൻ്റെ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഫർണിച്ചർ റിലേറ്റഡ് തന്നെയാണെന്ന് തന്നെ പറയും. ഞാനൊരു ദിവസം സ്കൂൾ വിട്ടിട്ട് വന്നപ്പോൾ ഭക്ഷണം ഒന്നും കഴിക്കാനൊന്നും കാണുന്നില്ല, പ്ലേറ്റ് മാത്രമേ കാലിയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ റൂമിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അമ്മേനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ ചുറ്റോളം അമ്മേനെ തൊട്ട വീട്ടിലന്വേഷിച്ച് അമ്മ എവിടെയാണെന്ന് അറിയില്ല പറഞ്ഞു. അപ്പോൾ ഫ്രാൻസിസിൻ്റെ വീട്ടിൽ പോയിരുന്നു പറഞ്ഞു. ഫ്രാൻസിസ് ചേട്ടൻ്റെ വീട്ടിൽ പോയിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ഫ്രാൻസിസ് ചേട്ടൻ്റെ മക്കൾ തന്നെ എനിക്കറിയാം, തോമസ് ചേട്ടനും ഡേവിസ് ചേട്ടനൊക്കെ അറിയാം. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിലേക്ക് നടന്നു പോയി. അവർ വീട്ടിൽ പോയപ്പോഴും അമ്മേനെ കാണുന്നില്ല. എൻ്റെ അമ്മ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ റൂമിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റൂമിൽ അടച്ചു പൂട്ടിയ റൂമിൽ എൻ്റെ അമ്മ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ ആശങ്കയായി. നമ്മൾ ചെറിയ കുട്ടിയാണെങ്കിലും ഒരു റൂമിൽ എൻ്റെ അമ്മ അടച്ചു പൂട്ടിയിരിക്കുന്നത് നമുക്ക് കൂടുതൽ വേദന ഉണ്ടാക്കും. ഭക്ഷണം കിട്ടിയിട്ടില്ല, വിശക്കുന്നുണ്ട്. അപ്പോൾ മുതിരപ്പേരും ചോറ് മാത്രമാണ് വീട്ടിൽ ലക്ഷറി ഫുഡ് എന്ന് പറയുന്ന സാധനം. ആ സമയങ്ങളിൽ നമ്മൾ ആ റൂം പെട്ടെന്ന് ഞാൻ ഇങ്ങനെ വിഷമത്തോടെ ഉന്തി തുറന്നപ്പോൾ അതിൽ മൊത്തം എൻ്റെ കണ്ണിന് ഇപ്പോഴും ആ ഒരു കാഴ്ച ഉണ്ട്. അതിൽ എൻ്റെ അമ്മ ആ വീട്ടിലെ തലേണി കിടക്കി, അന്ന് ഈ ഉന്നം പഞ്ഞി കൊണ്ടുള്ള കിടക്കകളാണ് ഉപയോഗിക്കുക. അപ്പൊ അത് തല്ലിയിട്ട് ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞ ഒരു 6 മാസം 1 വർഷം കഴിഞ്ഞാൽ അവരിങ്ങനെ ഒരു വടി കൊണ്ട് തല്ലിയിട്ട് അതിന്റെ ആ ഒരു കുറച്ചും കൂടി ഇതാക്കി അതിന്റെ പഞ്ഞിയുടെ ഒരു യഥാർത്ഥ അവസ്ഥയിലേക്ക് കൊണ്ടുവരെങ്കിൽ അത് ചെയ്യണം. അപ്പൊ മൊത്തം റൂം നിറയെ ഈ പഞ്ഞിയുടെ ഉള്ളിൽ എൻ്റെ അമ്മ ഇരുന്ന് മുടിയുടെ ഉള്ളിലൊക്കെ പഞ്ഞു പോയിട്ട് ഈ അസുഖമുള്ള എൻ്റെ അമ്മ അതിനകത്ത് ഇരുന്നിട്ട് മെലിഞ്ഞ് ഉണങ്ങിയ ഒരു ശരീരം എനിക്ക് കാണുമ്പോൾ എനിക്ക് അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യമൊക്കെ മാറി. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മേനെ നല്ലൊരു ബെഡിൽ കിടത്താൻ കഴിയുമ്പോൾ, ഒരു പ്രീമിയം കാറിൽ നടത്താൻ കഴിയുമ്പോൾ, അത് അമ്മ ജീവിച്ചിരിക്കുമ്പോൾ എനിക്കത് സാധിച്ചു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ വളർച്ച അല്ലെങ്കിൽ ഞങ്ങളുടെ കഷ്ടപ്പാട് മാറിയതിൻ്റെ കാഴ്ചപ്പാട് കാണുമ്പോൾ ഇന്ന് എനിക്ക് ഓട്ടോറിക്ഷ വിളിക്കാൻ മടിയാ. ഓട്ടോറിക്ഷ വിളിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ടല്ലോ. ജീവിതത്തിൽ ഒരിക്കലും ഓട്ടോറിക്ഷ പോകാൻ പറ്റാതെ ഞാൻ 12 വയസ്സിൽ ജോലി കഴിഞ്ഞിട്ട് ഞാൻ കേച്ചേരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടൗണിൽ വന്നിട്ട് ഇയാൾക്ക് 4 കിലോമീറ്റർ ഓട്ടോറിക്ഷ വിളിക്കാൻ പൈസ ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നടന്നു പോയ ഓർമ്മകളിലുണ്ട് എനിക്കിപ്പോഴും ഓട്ടോറിക്ഷ വിഷമമാണ്. അപ്പോൾ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഈ ആവുന്ന അവസ്ഥയെങ്കിലും ആയത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കോമ്പറ്റീറ്റേഴ്സ് വളർന്നു കാണുമ്പോൾ തോന്നുന്ന ഒരു സാധാരണ കച്ചവടക്കാരന് തോന്നുന്ന ആ ഒരു വിഷമം ജലസൊന്നും എനിക്ക് വരില്ല സാർ. എനിക്ക് അതിൽ ആ ഫീൽ വരില്ല. ഞാൻ ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇലോൺ മസ്ക് ആണ്. എൻ്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇലോൺ മസ്ക് തന്നെയാണ്. എൻ്റെ അമ്മയുടെ മുമ്പിൽ എൻ്റെ സ്വന്തം വീട്ടിൽ എൻ്റെ അമ്മയുടെ പേരിൽ പണിത വീട്ടിൽ താമസിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് അത് ചെറിയ കാര്യമില്ല. അത് എനിക്കൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. പഴയ കഥകൾ ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഓരോന്ന് ഓർത്തെഴുതുക എന്ന് പറയും. ഇപ്പൊ പഴയ കഥകൾ ഓർത്തെഴുതുക എന്ന് പറയുന്നത് തന്നെ അതെനിക്കൊരു സന്തോഷമാണ്. എനിക്ക് പഴയ കാഴ്ചപ്പാടും പുതിയ കാഴ്ചപ്പാടും കാണുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന പോലെ വേറെ ആൾ ആസ്വദിക്കുന്നില്ല എന്ന് ഞാൻ ആലോചിക്കും. ഒരു മുണ്ട് മാത്രം എടുത്ത് നടന്നിരുന്ന, കീറിയ ഷർട്ട് ഇട്ട് നടന്നിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ നടന്നു പോകും, ഞാൻ അവിടെ നിൽക്കും. അപ്പൊ എനിക്ക് മാറാവുന്ന കുറെ കാഴ്ചപ്പാടുകളുണ്ട്. ജീവിതത്തിൽ ഞാൻ മാറ്റം കൊണ്ടുവന്ന കുറെ കാര്യങ്ങളുണ്ട്. എൻ്റെ പഴയ സുഹൃത്തുക്കളെ കാണുമ്പോൾ, ആ ഗ്രാമം കാണുമ്പോൾ, ഞാനിരുന്ന പെരയും മലവായ്ത്തറയും കാണുമ്പോൾ, ഞാൻ കളിച്ച ഗ്രൗണ്ടുകൾ കാണുമ്പോൾ, എൻ്റെ പഴയ വീടിൻ്റെ അടുത്ത് ഒരു 50 പ്രാവശ്യം ഞാൻ താമസിച്ചിരുന്ന കുഞ്ഞു വീട് വിറ്റു. അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് വിറ്റു. ഞാൻ അതിൻ്റെ മുമ്പിൽ പോയി നിന്ന് കാറ് നിർത്തി നോക്കാറ്. അപ്പൊ എനിക്ക് മനസ്സിലാവും ഞാൻ ആരൊക്കെയോ ആണെന്ന് എനിക്ക് ജീവിതത്തിൽ മനസ്സിലാവും. അതൊക്കെ മതി ശരിക്കും ജീവിതത്തിൽ ജീവിക്കാൻ. ശരിക്കും ഞാൻ ഈ പറയുമ്പോൾ ലേശം ഇമോഷണൽ ആവുന്നതും ഞാൻ ഉള്ളിൽ അത്രത്തോളം അത് കാണുന്നതുകൊണ്ടാണ്. ഈ കൂടെയുള്ള സ്റ്റാഫ്, അവരുടെ സ്ട്രെങ്ത്, പിന്നെ അവരുടെ ഒരു ഹാപ്പിനെസ്, അതൊക്കെ നമ്മൾ കൂടെ നോക്കണ്ടേ? അപ്പം അത് നോക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കൂടെ വന്നവർ തന്നെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ തമ്മിലൊരു മാനസികമായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ട്. ആ സ്റ്റാഫ് സ്ട്രെങ്ത്. പിന്നെ ഈ 12 ഷോറൂം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണ്? നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും, അതായത് 75 കിലോമീറ്റർ കൂടുമ്പോൾ ഒരു 4-5 സ്ഥാപനങ്ങൾ അങ്ങനെയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, അതുപോലെ തൃശ്ശൂർ, കോഴിക്കോട്, എല്ലാ ജില്ലകളിലും 75 കിലോമീറ്റർ കൂടുമ്പോൾ നമ്മളൊരു ഹബ്ബായിട്ടുണ്ട്. 4-5 സ്ഥാപനങ്ങൾ, പ്രൊഡക്ഷൻ, റീറ്റെയിൽ, ഇൻറ്റീരിയർ, അതുപോലെ തന്നെ ഹോൾസെയിൽ, അങ്ങനെ സ്ഥാപനങ്ങളുണ്ട്. 3 സ്ഥലങ്ങളിൽ നമുക്കിപ്പോൾ ഒരു 3 സൂപ്പർ മാർക്കറ്റുകളുണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ 39 സ്ഥാപനങ്ങൾ നടത്തുന്നുള്ള 30 സ്ഥാപനങ്ങളും പ്രോഫിറ്റിൽ പോകുന്നു എന്നുള്ളതാണ് ഒരു ഹാപ്പിനെസ് പറയാനുള്ളത്. P&L ഞങ്ങൾ മാസം എടുത്തു നോക്കും. ഞങ്ങൾ സ്റ്റോക്ക് 3 മാസം കൂടുമ്പോൾ ഫിസിക്കൽ സ്റ്റോക്ക് എടുക്കും. എന്നിട്ടൊക്കെയാണ് നമ്മൾ പ്രോഫിറ്റ് ഓരോ മാസം നോക്കുന്നത്. ശ്രദ്ധയോടെ ഓരോ ചെറിയ കാര്യങ്ങളും നോക്കുന്നുണ്ട്. സ്റ്റാഫ് സ്ട്രെങ്ത് ഇപ്പോൾ 500 പേര് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. ഡയറക്റ്റായിട്ട് അല്ലാതെ നമുക്ക് വേണ്ടി മാത്രം പ്രൊഡക്ഷൻ എടുക്കുന്ന കുറേ ഫാക്ടറികളുണ്ട്. അത് നമ്മുടെ കൂടെയുള്ള നമുക്കൊരു അസറ്റായിട്ട് തന്നെ അത് കാണാൻ പറ്റും. അത്ര ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം, ഇന്നലെ രാവിലെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ഒരാൾ പറഞ്ഞു മോൾഡുകളായിട്ട് വന്നു. മോൾഡിൻ്റെ ബിസിനസ്സാണ്. എന്ന് വെച്ചാൽ അയാൾ സുഹേൽ എന്നാണ് പേര്, കുറ്റിപ്പുറത്തുള്ള സ്വദേശിയാണ്. സുഹേൽ പറഞ്ഞു ഞാൻ 40,000 രൂപയാണ് എൻ്റെ ടേൺ ഓവർ. ഞാൻ ഈ ഫൈബറിൻ്റെ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ
അയാൾ വിതുമ്പി, അയാൾക്ക് ഒരു ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ 40 ടേൺ ഓവർ ആവണം എന്നുള്ളത് പറഞ്ഞു. ഞാൻ രാവിലെ 10 മണിക്ക് കണ്ടു. ഞാനും പറഞ്ഞു തൊട്ടടുത്തൊരു ചായക്കട ഉണ്ട്, നമുക്കൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞു. ചായ കുടിച്ച് തിരിച്ചു വരുമ്പോഴത്തേനും നമ്മളൊരു അരമണിക്കൂർ 10:45 ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പാർട്ണർഷിപ്പിൽ കൂടിയാൽ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് അറിയാം, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വിൽക്കാൻ അറിയാം, നിങ്ങൾക്ക് കാശുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ സുഹേൽ കുഴപ്പമില്ല, സുഹേലിനെ എനിക്ക് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, 45 മിനിറ്റ് എടുത്ത് പരിചയമുള്ളൂ, പാർട്ണർഷിപ്പിൽ ചെയ്യാം, ലാഭം ഉണ്ടെങ്കിൽ 50 പൈസ, ₹1 നമുക്ക് നഷ്ടം വന്നാൽ 50 പൈസ പോകും, നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞു. പിന്നെ ഒരു സ്ഥലം കണ്ടെത്തി, ആ സ്ഥലത്ത് കൊടുത്തു. വൈകുന്നേരം 5 മണിയാകുമ്പോൾ അയാളുടെ അടുത്തുള്ള എല്ലാ മിഷനറീസും കൊണ്ടിട്ട് അവിടെ വെച്ചു. നമ്മൾ ബിസിനസ് തുടങ്ങാം, പാർട്ണർഷിപ്പ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 45 മിനിറ്റ് മതി ഒരു മനുഷ്യന് അവസാനിക്കാം. നട റോട്ടിൽ വെച്ചിട്ട് ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അത് മതി. നമ്മുടെ കയ്യിലുള്ള പൈസ പോവാനാണെങ്കിലും വരാനാണെങ്കിലും അതും ഒരു റിസൾട്ട് തന്നെയാണ്. അത് നമുക്ക് ചെയ്യാൻ സാധിച്ചല്ലോ. അത്രയും പൈസ ഉണ്ടെങ്കിൽ ഒരാളുടെ ജീവിതം കൂടി അതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുകയാണെങ്കിൽ ആയിക്കോട്ടെ. പിന്നെ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ അയാളിലൂടെ കുറെ പൈസ ഉണ്ടാക്കുന്നതിൽ ഉപരിയായിട്ട് നമ്മളൊരു ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ ഇത്രയും കാലം എൻ്റെ 45 വയസ്സ് വരെ ഞാൻ പഠിച്ച പല ബിസിനസ്സുകളിൽ നിന്നും എൻ്റെ അറിവും കൂടിയിട്ടാണ് ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഇത്രയും സാധനങ്ങളാണ് അയാളുടെ അടുത്തുള്ളത്. കുറച്ച് മോൾഡും കുറച്ച് മെറ്റീരിയലും മാത്രമേ ഉള്ളൂ. ഇനി സാധനങ്ങൾ വാങ്ങിക്കണം, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണം. അപ്പം ഇനി ഇൻവെസ്റ്റ്മെന്റ് സുഹേൽ ചെയ്യേണ്ടതില്ല. ഇനിയത്തെ ഇൻവെസ്റ്റ്മെന്റും മാർക്കറ്റിംഗിലുള്ള സ്പെൻഡിലും ഞാൻ ചെയ്തോളാം. 50-50 പാർട്ണർഷിപ്പ് ഓക്കെ ആണെന്ന് വെച്ചാൽ ഓക്കെ. സ്ഥലം എടുത്തു, ഇന്നലെ മെറ്റീരിയൽ ഇറക്കി. ഇന്ന് വൈകുന്നേരത്തോടെ നമ്മൾ ആദ്യത്തെ ഒരു ഫൈബർ ചെടിച്ചട്ടി നമ്മൾ നിർമ്മാണം തുടങ്ങും. അത്രയും മതി. അത്രയൊക്കെ തുടങ്ങാൻ പറ്റിയാൽ അത്രയും ഫാസ്റ്റ് ക്വിക്ക് ഡിസിഷൻ എടുക്കാൻ മടിക്കേണ്ടതില്ല എന്നാണ്. ഒരു ആഴ്ച ആലോചിച്ചിട്ട് എല്ലാവരോടും നാട്ടുകാരോട് മുഴുവൻ ചോദിച്ചിട്ട് ഇവന്റെ വീട്ടിലെ ജാതകം ഒന്നും അന്വേഷിച്ചിട്ട് ചെയ്യേണ്ടതില്ല. ഒരു മനുഷ്യന് അത്രക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇത് ശരിക്കും ഒരു മോട്ടിവേഷണൽ സ്പീച്ചായി. പോവാറുണ്ടോ വർത്താനം പറയാൻ വേണ്ടിട്ട്? വർത്താനം പറയാൻ പലരും വിളിക്കലുണ്ട്. പക്ഷെ എന്നോട് സിദ്ദിഖ് പറയും, മൈക്ക് എടുത്തിട്ട് ഒരിക്കലും നിങ്ങൾ സംസാരിക്കുക, നിങ്ങൾ വളരെ വീക്കാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ സിദ്ദിഖ് അത് റെക്കോർഡ് ചെയ്തിട്ട് പാട്ടിട്ടിട്ടാണ് പലപ്പോഴും കാണാറ്. പല കോളേജിലും സ്കൂളിലൊക്കെ സംസാരിക്കാൻ പോവാറുണ്ട്. അപ്പൊ ഞാൻ രജീഷ് ഭായി കഴിഞ്ഞ ദിവസം സൈലത്തിൽ പോയിട്ട് സംസാരിച്ച ആ സ്പീച്ച് ഞാൻ കേട്ടിരുന്നു. ഇന്റർവ്യൂ ചെയ്യാൻ മാത്രമല്ല അല്ലെ, സംസാരിക്കാൻ അറിയാന്ന്, ഞാൻ കഥ പറയാൻ പറ്റും. മൈക്ക് എടുത്താൽ ഞാൻ വളരെ മോശമാണ്. പക്ഷെ ഞാനൊരു മോട്ടിവേഷൻ സ്പീച്ച് കേൾക്കുമ്പോഴാണ് ഈ ഭാഗം കേട്ടത്, ചെടിച്ചട്ടിക്കാരന്റെ കഥ. ചെടിച്ചട്ടിക്കാരന്റെ കഥ ഇനി അത് ചെടിച്ചട്ടിക്കാരനെ കൊണ്ട് ഒരു ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. എങ്ങനെ തുടങ്ങിയെന്ന് ചെടിച്ചട്ടി വിൽക്കുന്ന സുഹേൽ പറയട്ടെ. അതെ, ഈ കസ്റ്റമൈസ് ചെയ്യാന്ന് പറയുന്ന പ്രോസസ്സ് കുറച്ച് പരിപാടിയാണ്. നിങ്ങളിപ്പോൾ 24 മണിക്കൂർ കൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്യും, ഇല്ലെങ്കിൽ ഒരു 100 മണിക്കൂർ കൊണ്ട് ഇതിന്റെ ഇന്റീരിയർ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇതിന് സാധ്യമാവുന്ന അത്രയും ആളും ബലവും ഒക്കെ നമുക്കുണ്ടോ? ഫാക്ടറി ഒക്കെ ഉണ്ടോ? നമുക്ക് 13 ഫാക്ടറി ഉള്ളത്. അതിൽ 4 ഇന്റീരിയറിന് വേണ്ടി മാത്രം ഫോക്കസ്ഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ഫാക്ടറിയിൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മളൊരു കാർപ്പൻറ്ററെ വിളിച്ച് വീട്ടിൽ പണിയെടുക്കുന്ന പോലെയല്ല. ഫാക്ടറി 24 മണിക്കൂറും ചാലുവാണ്. ഫാക്ടറിയിലെ എല്ലാ മെഷീനറീസും, നമ്മൾ കിച്ചൺ ട്രയാങ്കിളൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഫാക്ടറിയിൽ വർക്ക്. ഇത് ഇവിടുന്ന് ഈ പാനൽസോ കഴിഞ്ഞാൽ നേരെ എഡ്ജ് ബാൻഡിങ്ങിലേക്ക് പോയി, എഡ്ജ് ബാൻഡ് കഴിഞ്ഞ പ്രസ്സിലേക്ക് പോയി, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ കുറച്ച് ഒരു ലൈൻ ഉണ്ട്, പ്രൊഡക്ഷൻ ലൈൻ ഉണ്ട്. അപ്പോൾ ഈസിയാണ്, കുറച്ചുകൂടി മേക്കിംഗ് ഫാസ്റ്റ് ആണ്. പിന്നെ വർക്ക് കൺഫർമേഷൻ ആവണം, ഡിസൈൻ കൺഫർമേഷൻ ആവണം, കളർ കോമ്പിനേഷൻ ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ 100 മണിക്കൂർ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഫാക്ടറിയിൽ നിന്ന് ചെയ്ത് കൊണ്ടുവച്ചാൽ വീട്ടിൽ നമുക്കൊരു 4-5 മണിക്കൂറത്തെ വർക്കാണ് ആ കൂടി ഇന്റീരിയറിന് ആവശ്യം വരുള്ളൂ. ഒക്കെ ഫിക്സ്ഡ് ആയിട്ട് ചെയ്യുന്ന സമയങ്ങളിൽ, മാനുവൽ വർക്ക് ഇല്ലെങ്കിൽ. ഈ ചെറിയ ബിസിനസ്സിനെ ഇങ്ങനെ തന്നെ കൊണ്ടുപോയി കുറച്ച് വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്താണ് വിഷൻ? നമ്മളിപ്പോൾ കേരളത്തിലെ ഫർണിച്ചർ സ്ഥാപനത്തിൽ ഉപരിയായിട്ട് അതൊരു കൾച്ചറൽ ഹബ് ആവണം, എല്ലാവർക്കും കയറി വരാവുന്ന ഒരു സ്ഥലമാവണം. ഞങ്ങളുടെ പല ഇപ്പോൾ വരുന്ന സ്ഥാപനങ്ങളിലൊക്കെ, പുതിയതായിട്ട് വരുന്ന സ്ഥാപനങ്ങളിൽ ചെറിയൊരു ലൈബ്രറി, ആളുകൾക്ക് ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ്, അടുത്തുള്ള വീട്ടിലെ ഒരാൾക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. ചില സമയങ്ങളിൽ ഒരു വർക്ക് എന്തെങ്കിലും ഒരു സർവീസോ കാര്യങ്ങളോ ചെയ്തോ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ കൂടി നമുക്ക് വരണം നമുക്ക് ആഗ്രഹമുണ്ട്. ഇതൊരു ഫിനാൻഷ്യൽ വാല്യൂ എന്ന് വെച്ചിട്ടൊന്നല്ല, അതിനൊരു സാമ്പത്തിക ലാഭം എന്ന് വെച്ചിട്ടൊന്നല്ല, അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു നൈറ്റ് സെയിൽ വെച്ചപ്പോൾ 1000-ഓളം ആളാണ് ഫർണിച്ചർ വാങ്ങാൻ വന്നത്. അപ്പൊ അതൊരു ട്രസ്റ്റും കൂടിയിട്ടല്ലേ, വില കുറച്ച് കൊടുക്കുക എന്നുള്ളതിൽ മാത്രമായിട്ട് ഇപ്പൊ ഒരു ട്രസ്റ്റഡ് ബ്രാൻഡ് ആയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നാളെ ഇതൊരു സിഗ്നേച്ചർ ആവണം. നമ്മൾ ചെയ്യുന്ന ഈ ഒരു മോഡല് ആളുകൾക്ക് കോപ്പി അടിക്കാൻ പറ്റുന്ന ഒരു മോഡലായിട്ട് നമ്മളെ നോക്കുന്ന പല ഫർണിച്ചർ സ്ഥാപനങ്ങളുണ്ട്. നമ്മളോട് പറയും, നിങ്ങൾ എന്താ നോക്കുന്ന കുറെ സ്ഥാപനങ്ങളെ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ എന്തൊക്കെയാ ചെയ്യണെന്നുള്ളത്. അത് നമുക്ക് സന്തോഷമാണ് അങ്ങനെ ഒരു സിഗ്നേച്ചർ ഇടാൻ പറ്റുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, ചെറിയൊരു തലയ്ക്കുള്ള ഇത്ര ബുദ്ധി ഉണ്ടോ എന്നുള്ളത്. ഇത്ര ബുദ്ധി ഉണ്ടായിട്ടല്ല, നമ്മൾ നോക്കിക്കാണാണ്. നല്ല ബ്രാൻഡുകൾ ഉണ്ടെങ്കിൽ, നല്ല മനുഷ്യരുണ്ടെങ്കിൽ, നല്ല പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ, നല്ല പോഡ്കാസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫോക്കസ് മുഴുവൻ അതിലാണ്. പക്ഷേ കോമ്പറ്റീറ്റേഴ്സ് വളർന്ന് കാണുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുവോ? എന്തിനു നഷ്ടപ്പെടുന്നത്? നമ്മൾ വളർന്നിട്ടിരിക്കല്ലേ. നമ്മുടെ പഴയ സ്ഥിതി അന്നത്തെ സെലിംകുമാർ പറഞ്ഞാണ്. അന്നത്തെ എന്റെ കോലം വെച്ച് നോക്കുകയാണ് ഇന്ന് ഞാൻ ഋതിക് റോഷനാണ്. സെലിംകുമാർ പണ്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഋതിക് റോഷനാണ്. അടിപൊളി. അത് ഭയങ്കര കോൺഫിഡൻസ് ആണല്ലോ. അമ്മ സംഘടനയിൽ പോയിട്ടൊരു മൊമെന്റ് ഒക്കെ വാങ്ങിച്ചിട്ട്
അവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പം അതെന്താണ് സംഭവം, പാർട്ട്ണർഷിപ്പ്? അമ്മയുടെ ഒരു ഫർണിച്ചർ പ്രോഡക്റ്റ് കഴിഞ്ഞ വർഷത്തെ AGM ഉണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷകരമായ അനുഭവമായി. നമ്മൾ പറയില്ല, ഒരു മനുഷ്യന്റെ ഓറ എന്നൊക്കെ പറയില്ലേ, മോഹൻലാലിന്റെ ഒരു മൊമെന്റ് ഒക്കെ വാങ്ങിച്ചപ്പോൾ നമ്മുടെ ചുറ്റോറും മലയാള സിനിമ മുഴുവൻ പറന്ന് നടക്കുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം. അല്ല, വന്ന വഴികൾ തന്നെയാണ് ഇതിനൊക്കെ നമുക്ക് തിരിച്ചറിയപ്പെടുന്നത് കേട്ടോ. നമ്മൾ അപരപാളികളിൽ കണ്ടിട്ടുള്ള ഈ അധികായകന്മാരുടെ ചുറ്റോറം കാണുമ്പോൾ ലാലേട്ടന്റെ ഇത്ര അടുത്ത് ലാലേട്ടൻ കൈ പിടിച്ചിട്ട് മൊമെന്റ് തരുമ്പോൾ എന്റെ മോനും ഉണ്ടായിരുന്നു. അപ്പൊ അതില് എന്നെ വിഷമിപ്പിച്ച ഒറ്റ കാര്യമുള്ളൂ, ഞാൻ എന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേര് പുറത്തായി പോയി. മൊമെന്റ് മേടിക്കാൻ എല്ലാവരും വിളിച്ച കൂട്ടത്തിൽ ഞങ്ങൾ 5 പേര് കയറി, ബാക്കി 2 പേര് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നു എന്നുള്ളായിരുന്നു വിഷമം. എന്നാലും മോഹൻലാലിന്റെ ഒരു മൊമെന്റ് വാങ്ങിക്കാൻ പറ്റും. മോഹൻലാൽ പിന്നെ അമ്മയുടെ പ്രസിഡന്റ് നിന്ന് ഇറങ്ങിയപ്പോ ശോഭ മേഡം കയറിയ ഒരു സമയമാണ്. എന്തായാലും ഈ വർഷം അവര് വിളിച്ചിട്ടുണ്ട്, സന്തോഷം. അടിപൊളി. ഇത്രയും നന്നായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ബിസിനസ്സിൽ ശോഭിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ബിസിനസ് നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ, കസ്റ്റമേഴ്സ് എല്ലാം സാറ്റിസ്ഫൈഡ് ആവട്ടെ. ഞാനും ഇടയ്ക്കൊരു കസ്റ്റമറായിട്ട് വരാം. നന്ദി. എന്നെ ഇന്റർവ്യൂ ചെയ്ത അല്ലെങ്കിൽ എന്നോട് സംസാരിച്ച പല ആളുകളും ഒരിക്കലെങ്കിലും എൻ്റെ കസ്റ്റമറായിട്ട് വന്നിട്ടുണ്ട്. ഇല്ലെങ്കിലും ഐഫോ ഒരു ദിവസം സന്ദർശിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം കേരളത്തിലെ ഇന്റർവ്യൂ ചെയ്യുന്നതിൽ അങ്ങനെ മുഖസ്തുതി പറയുന്ന പോലെ ആയിപ്പോവെങ്കിലും ആളുകൾ പറയുന്നത് കടമെടുത്ത് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാൾ, ഏറ്റവും മാന്യമായിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ട് ആളുകളോട് സംസാരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞങ്ങളും താങ്കളെ വളരെ സ്നേഹത്തോടെ ആദരവോടെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചാലും 2 വാക്ക് സംസാരിച്ചാലും നമ്മുടെ ഐഫോയുടെ ഒരു നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.